പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാണ്. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു KJ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ ആത്മീയ പ്രചോദനത്തിനും പ്രത്യാശയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു KJയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവദാസനെ പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാബു KJ എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് സതി തോമസ്. എനിക്കൊരു മകനാണുള്ളത്, ഡാനിയൽ K സാബു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലെ സാരംഗഡ് ഡിസ്ട്രിക്റ്റിലുള്ള ഫഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുകയാണ്. ആമേൻ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് എൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് എനിക്ക് അവസരമൊരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിനും അതുപോലെ തന്നെ അരോമ ടിവിയുടെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾക്കും, അതുപോലെ ഇന്ന് ഈ അരോമ ടിവിയിലൂടെ ഈ ജീവിത സാക്ഷ്യത്തെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ആ ഒരു എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഒരു വലിയ സൗഖ്യം, ഇല്ലെങ്കിൽ കർത്താവിനെ നേരിട്ട് കാണുവാനും അവൻ്റെ കരസ്പർശനം അനുഭവിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരമൊരുക്കി. അങ്ങനെ ഒരു നിരീശ്വരവാദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം എന്നെയും തിരഞ്ഞെടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ പ്രകാശഗ്രാം എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു നിരീശ്വരവാദ കുടുംബത്തിൽ ജന്മമെടുക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ഞങ്ങളുടെ പ്രകാശഗ്രാം ആ കൊച്ചു ഗ്രാമത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിറ്റ് സെക്രട്ടറിയായും ബ്രാഞ്ച് സെക്രട്ടറിയായും ഒക്കെയും പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് KP ആഗസ്തി എന്നാണെങ്കിലും അദ്ദേഹം ഒരു തികഞ്ഞ നിരീശ്വരവാദിയും ആ നിരീശ്വരവാദത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവും അപ്രകാരം തന്നെ ഒരു നിരീശ്വരവാദത്തിൻ്റെ വക്താവായിരുന്നു. എൻ്റെ വല്യമ്മയും അപ്രകാരം തന്നെ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിച്ചത്. എന്നാൽ എൻ്റെ അമ്മ ജനിച്ചു വളർന്നത് ഒരു CSI പശ്ചാത്തലത്തിലായിരുന്നത് കൊണ്ട് ആ അമ്മ മാത്രം അപ്രകാരമുള്ള ഒരു വഴിയിലേക്ക് പോകുവാൻ ഇടയായില്ല. എങ്കിലും ഞങ്ങളുടെ കുടുംബം ഒരു നിരീശ്വരവാദ കുടുംബമായതുകൊണ്ട് എൻ്റെ അമ്മയും പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെ ഒരു തരത്തിലുള്ള ദേവാലയത്തിലും പോകാതെ ഞങ്ങൾ ജനിച്ച കാലം മുതൽ എൻ്റെ ഒരു 25 വയസ്സ് വരെ അപ്രകാരം ജീവിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ കുട്ടിക്കാലത്ത് ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ 2-3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മറ്റുള്ള ഭവനങ്ങളിലൊക്കെയും, ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ മറ്റുള്ള ഭവനങ്ങളെല്ലാം ഹിന്ദു ഭവനങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെയും അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഇരുന്നു കൊണ്ട് വിളക്ക് കത്തിച്ചു വെച്ച് അവരുടെ നാമജപമൊക്കെ നടത്തുമ്പോൾ എൻ്റെ പിതാവിൻ്റെ പിതാവ് എന്നെ ഒരു മേശമേൽ ഇങ്ങനെ കയറ്റിയിരുത്തി ഈ കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളും അതുപോലെ തന്നെ ഇടമറുകിൻ്റെ പുസ്തകങ്ങളും
അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ കഥകളൊക്കെയും പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ നന്നേ കുട്ടിക്കാലത്ത് തന്നെ ഏകദേശം 9 വയസ്സുള്ളപ്പോൾ തന്നെ കാറൽ മാർക്സിനെ കുറിച്ചും ഏംഗൽസിനെ കുറിച്ചും ലെനിനെ കുറിച്ചും സ്റ്റാലിനെ കുറിച്ചും ഒക്കെ എനിക്ക് ഒരു നല്ല അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കഥകളൊക്കെ കേട്ട് അവരും എൻ്റെ മനസ്സിൽ ഒരു ഹീറോ പരിവേഷത്തിന് ഇടയായി തീർന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരനെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്ന ആ നല്ല യൗവനത്തില് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആ വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഒരു ഹീറോയായി മാറുകയാണ്. അങ്ങനെ എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ വലിയ സ്വാതന്ത്ര്യത്തിലാണ് എന്നെ വളരാൻ അനുവദിച്ചത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ആ പുറത്തു പോകുവാൻ 9 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് ആ ചെറിയ ഗ്രാമത്തിലെ ഒരു സിറ്റിയിലേക്ക് കടന്നു പോകുവാനും 7 മണിക്ക് മുമ്പ് ഭവനത്തിൽ വരണം, അത്ര മാത്രമേ റെസ്ട്രിക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പോർഷനാണ് PBS, പുരോഗമന ബാലസംഘം. അങ്ങനെ ഞാൻ പുരോഗമന ബാലസംഘത്തിലെ ഒരു അംഗമായി. അതിനുശേഷം പിന്നീട് SFI എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ അതിലെ ഒരു മെമ്പറായി. പിന്നീട് DYFIയിലെ മെമ്പറായി. അങ്ങനെ ഞാനും എൻ്റെ ജീവിതം ഒരു നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവങ്ങളോട് എപ്പോഴും എതിരിട്ടുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ മത ആചാരങ്ങളെയും എതിർത്തുകൊണ്ട് വളരുന്നൊരു മനോഭാവമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. കാരണം അതെൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് ഇരുത്താനുള്ള, ഇല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുവാനുള്ള ഒരു കഴിവ് നന്ന ചെറുപ്പത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാനും ഈ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടനായി ഇങ്ങനെ ജീവിച്ചു പോരുകയാണ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പിതാവ് എപ്പോഴും ഇങ്ങനെ മരണത്തെക്കുറിച്ചും ആ മരണത്തിന് ശേഷമുള്ള മറ്റു മതങ്ങളുടെ മൂഢത്തരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലമായി സംസാരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവശരീരം ഈ പറമ്പിൽ തന്നെ ഒരു മതത്തിൻ്റെയും ആചാരമില്ലാതെ പൂജകളോ കർമ്മങ്ങളോ ഒരു പ്രാർത്ഥനയോ ഒന്നും നടത്താതെ പാർട്ടിയുടെ ഒരു പതാക പുതപ്പിച്ച് അടക്കണമെന്ന് അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു പൂജയോ കർമ്മങ്ങളോ പ്രാർത്ഥനയോ ഒന്നും നടത്താതെ അദ്ദേഹത്തിൻ്റെ ശവം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഞങ്ങളുടെ പുരയിടത്തിൽ തന്നെ അടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ മാതാവും അപ്രകാരം തന്നെ മരിക്കുമ്പോൾ ആ മാതാവിനെ അപ്രകാരം തന്നെ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും കൂടാതെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഒരു പാർട്ടിയുടെ പതാക പുതപ്പിച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഏകദേശം 18.5 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വലിയ സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് ഒരു നല്ല കലാകാരനായിരുന്നു. പെയിന്റിങ്ങിൻ്റെ ആർട്ട് വർക്കുകൾ മനോഹരമായി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പാട്ട് എഴുതുമായിരുന്നു, നാടകങ്ങൾ രചിക്കും, സംവിധാനം ചെയ്യും. അദ്ദേഹം ഒരു നല്ല ആക്ടറായിരുന്നു. നമ്മുടെ സിനിമയിലെ മാള അരവിന്ദൻ്റെ ഒക്കെ കൂടെ അദ്ദേഹം ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം 1985 അദ്ദേഹം ബോംബെയിലേക്ക് അദ്ദേഹം നീഗ്രോ ബിയർ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യത്തിൻ്റെ വർക്കറായിട്ട് പോവുകയാണ്. നീഗ്രോ ബിയർ കമ്പനിയുടെ അഡ്വർടൈസ് ചെയ്യാനായിട്ട് ബോംബെയിലേക്ക് പോവുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിനൊരു കൂട്ടുകാരനും കൂടി ബോംബെയിലേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഏകദേശം 2-3 വർഷക്കാലം ബോംബെയിൽ തൻ്റെ ജീവിതം, നല്ല ചെറുപ്പത്തിലാണ് അദ്ദേഹം ബോംബെയിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ബോംബെയിലേക്ക് പോകുമ്പോഴൊക്കെയും അദ്ദേഹം ഈ നിരീശ്വരവാദിയാണ്, അതേപ്രകാരമുള്ള കലാപരമാകുന്ന കഴിവുകളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ബോംബെയിൽ അദ്ദേഹം നല്ല യൗവനത്തിൽ കടന്നു ചെന്ന് അദ്ദേഹം ആ ബോംബെയിലെ സകല സുഖ സൗകര്യങ്ങളോടും കൂടെ അവിടെ ജീവിക്കുകയാണ്. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഞങ്ങൾ കേരളത്തിൽ താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ 2-3 വർഷക്കാലം ബോംബെയിൽ പോയി ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അല്പം പോലും സാമ്പത്തികം അയക്കാതെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ സന്തോഷത്തിൽ ഇങ്ങനെ അദ്ദേഹം കൊണ്ടുപോവുകയായിരുന്നു. അന്ന് എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും എൻ്റെ അനുജനെയും ഒക്കെ നോക്കുന്നത് എൻ്റെ
പിതാവിൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ മാതാവും കൂടെയാണ്. കാരണം എൻ്റെ മാതാവിന് അപ്രകാരം ജോലി ചെയ്യാനുള്ളൊരു കഴിവില്ല. കാരണം എൻ്റെ അമ്മ 3 വയസ്സുള്ളപ്പോൾ പോളിയോ രോഗം പിടിച്ച് എൻ്റെ അമ്മയുടെ കാലുകൾ രണ്ടും ഇങ്ങനെ ബലമില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ നടക്കാനൊക്കെ കഴിയും, പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുവാനായിട്ട് പോകുവാനോ അങ്ങനെ കുടുംബം പുലർത്താനൊന്നും കഴിയത്തില്ലാത്ത ഒരു പാവ സ്ത്രീയാണ് എൻ്റെ മാതാവ്. പക്ഷെ എൻ്റെ പിതാവ് ഒരു വിശാല ആയിരുന്നത് കൊണ്ട്, ഒരു നിരീശ്വരവാദി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം എൻ്റെ അമ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അമ്മ വിവാഹം കഴിക്കുകയാണ്. വികലാംഗയായിരുന്നിട്ടും എൻ്റെ അമ്മ വിവാഹം കഴിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹം ഈ 1985 മുതൽ 87, 88 കാലഘട്ടം വരെ ഇദ്ദേഹം ബോംബെയിലെ സകല സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്ന് വീണ്ടും കുറച്ച് വർഷങ്ങൾ കൂടെ അദ്ദേഹം നാട്ടിൽ വീണ്ടും ഇപ്രകാരമുള്ള കലാപരമാകുന്ന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറുകൾ എഴുതുക, ചുവരെഴുത്തുകൾ നടത്തുക, അതിൻ്റെ ഈ സമ്മേളനങ്ങൾക്ക് മറ്റ് ആർട്ട് വർക്കുകൾ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ 1997 അദ്ദേഹത്തിന് മാനസികപരമായ ഒരു രോഗം ബാധിക്കുകയാണ് അദ്ദേഹത്തെ. അത് വിഷാദ രോഗം അദ്ദേഹത്തെ ബാധിക്കുകയാണ്. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ മലപ്പുറത്ത് ഒരു ജോലിയോടുള്ള ബന്ധത്തിലാണ്. എൻ്റെ അനുജൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഈ ഭവനത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പിതാവിന് ഈ മാനസിക രോഗം ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമില്ല. എന്ന് ഞാൻ 18 വയസ്സേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കും അത് മനസ്സിലായില്ല എന്താണെന്ന്. പക്ഷേ 2-3 ദിവസം ഈ രോഗം പെട്ടെന്ന് അങ്ങ് മൂർച്ഛിക്കുകയും അദ്ദേഹം ഉറക്കമില്ലാതെ പുരയ്ക്കകത്തൂടെ ഇങ്ങനെ വിളക്കും കത്തിച്ചുകൊണ്ട് രാത്രിക്ക് മുഴുവൻ നടക്കുകയാണ്. എന്തോ തപ്പി നടക്കുന്ന പോലെ അദ്ദേഹം എന്നെ പുരയ്ക്കകത്തൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കിത് മറ്റുള്ളവരോട് പറയാനൊരു മടി, പറയാനൊരു പേടി, എന്താണ് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പകല് ഞാൻ ചില പണികൾക്കായിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോകില്ല, കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നില്ല. ഞാനും ഈ വിവരം ആരോടും പറഞ്ഞില്ല. ഒരു 3 ദിവസക്കാലം ഇത് നിരന്തരം ആവർത്തിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ഇങ്ങനെ പുരയ്ക്കകത്തൂടെ വിളക്കും കത്തിച്ചുകൊണ്ട് നടക്കുക. എന്നാൽ അദ്ദേഹം ഇപ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ കുറ്റബോധം തോന്നാനുള്ള കാരണം എന്താണ്? എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒന്നും ചെറിയ പ്രായത്തിൽ എനിക്ക് നന്നായിട്ട് നോക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഒരു കുറ്റബോധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു, ഏതായാലും ഞങ്ങളൊക്കെ വലുതായില്ലേ, അപ്പം എനിക്കും പണി ചെയ്യുവാൻ കഴിയും, ജ്യേഷ്ഠനും പണി ചെയ്യാൻ കഴിയും, അനുജന് മാത്രമല്ലേ ഉള്ളൂ പ്രായം ആയിട്ടില്ലാത്തത്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഓർത്ത് ചാച്ചൻ പാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളും പണി ചെയ്യാറായി. ഇനിയിപ്പം ഞങ്ങളെ അന്ന് നോക്കിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളാരും നശിച്ചു പോയില്ല, ഇല്ലെങ്കിൽ ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, ഞങ്ങളെല്ലാവരും ഇല്ലേ. എങ്കിലും ഇദ്ദേഹത്തിന് ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം ഒരു വലിയ നിരീശ്വരവാദിയും നിരീശ്വരവാദത്തെ ശക്തിയുക്ത മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ആരെങ്കിലും ദൈവത്തെ പറ്റി പറഞ്ഞാൽ നഖശിഖാന്തം അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എൻ്റെ വല്യച്ഛനെ പോലെ തന്നെ എൻ്റെ പിതാവിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശബരിമലയുടെ കാര്യമോ അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാളുകളോ അങ്ങനെ ഇനി ഈ മുസ്ലിം പരമായിട്ടുള്ള ഏതെങ്കിലും ആചാരങ്ങളോ ഒക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിനെല്ലാം ഇങ്ങനെ നഖശിഖാന്തം എതിർക്കാറുണ്ടായി. അങ്ങനെ ഇദ്ദേഹം ഈ 1997 ജൂൺ മാസത്തിലാണ് ഇദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടാകുന്നത്. ജൂൺ മാസം ഒരു 10-12 തീയതി മുതൽ അദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടായിട്ട് 17-ാം തീയതി വരെ ഈ രോഗത്തിന്റെ ഒരവസ്ഥയിൽ ഇദ്ദേഹം ഇങ്ങനെ ഭവനത്തിൽ താമസിക്കുവാനിടയായി. എന്നാൽ ഇത് ഞങ്ങൾക്ക് ആരോടും പറയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല. പകല് അപ്രകാരമുള്ള പ്രശ്നങ്ങളില്ല. പകൽ അദ്ദേഹം ഒരു നോർമൽ അവസ്ഥയിലാണ്. പക്ഷെ ഒരു 7 മണി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു പോകുമായി. അങ്ങനെ 1997 ജൂൺ മാസം 17-ാം തീയതി രാവിലെ ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം എൻ്റെ അമ്മയോട് പറഞ്ഞു, രാമക്കൽമെട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയുടെ ഭവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിൻ്റെ, അതായത് എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ അനിയത്തി താമസിക്കുന്നത് രാമക്കൽമെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നിറങ്ങി എൻ്റെ പിതാവും എൻ്റെ മാതാവും കൂടെ പിതാവിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കും ഒരു ആശ്വാസമായി. അവിടെ ചെന്ന് അദ്ദേഹത്തെ കെയർ ചെയ്യും, അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുന്നൊക്കെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ രാവിലെ അങ്ങ് ഈ രാമക്കൽമെട്ടിലേക്ക് പോയി.
ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വൈകുന്നേരം ഒരു 5-6 മണി ആയപ്പോഴത്തേക്ക് ഞാൻ തൂക്കുപാലം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ചെറിയ ടൗൺ ഉണ്ട് അവിടുത്തെ. ഇപ്പൊ ഈ തൂക്കുപാലം ടൗണിൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കൂട്ടുകാർ കൂടി ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അങ്ങനെ ഞാനും ഈ ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടി അങ്ങ് പോയി. എൻ്റെ ജ്യേഷ്ഠൻ അപ്പോൾ മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുജൻ അമ്മയുടെ വീട്ടിൽ മുണ്ടക്കത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കൂട്ടുകാരുടെ പോയി. ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേക്കും ഈ ക്രിക്കറ്റിന്റെ ബോൾ വന്ന് എൻ്റെ ചങ്കിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കുകയും, അങ്ങനെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വല്ലാതെ വീർപ്പൂട്ടി വന്നപ്പോൾ കൂട്ടുകാരെല്ലാം ഓടി വന്ന് ഇങ്ങനെ തിരുമുഖമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് കളി നിർത്താം, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് കളി നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര വേദനയുണ്ട്. അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ലാൻഡ് ഫോൺ പോലും ഞങ്ങളുടെ ദേശത്തൊക്കെ വളരെ ചുരുങ്ങിയ ഭവനങ്ങളിലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. എൻ്റെ പിതാവ് പോയിട്ട് എന്തായി, ഒരു അറിയത്തില്ലോ. അങ്ങനെ ഞാൻ ഈ മനസ്സിൽ ഈ ചിന്തയുമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു 7 മണിയായി കാണും. തൂക്കുപാലത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ വേഗത്തിൽ ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടു. പെട്ടെന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ജീപ്പ് ചവിട്ടി നിർത്തിയിട്ട് മോഹനൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ അതിൻ്റെ അകത്ത് ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു, നീ വണ്ടിയെ കയറാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചെന്ന് പറഞ്ഞ്, നിന്റെ ചാച്ചന് നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, വല്ലാതെ അദ്ദേഹം ഒരു വയലിൻ്റെ അവസ്ഥയിലാണ്, ഒരു കരച്ചിലിൻ്റെ അവസ്ഥയിലേക്കാണ്, നീ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിതാവ് മനസ്സിലായി. അദ്ദേഹം 2-3 ദിവസം അദ്ദേഹം കാണിച്ച വെപ്രാളമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ആ ജീപ്പേ കയറിയിട്ട് ഞാൻ ഈ ചോറ്റുപാറയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ആക്ച്വലി കോമ്പമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ചോറ്റുപാറ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. കോമ്പമുക്കിലാണ് ഈ സ്ഥലം, വീട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും വീടിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഈ വഴികളിലെല്ലാം ഇങ്ങനെ ആള് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അരുതാത്ത സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ വീടിന്റെ വാതുക്ക വരെ ജീപ്പ് ചെല്ലുന്ന വഴിയുള്ളത് കൊണ്ട് ഈ ജീപ്പ് ഇങ്ങനെ വീടിന്റെ വാതുക്ക വരെ ചെന്നപ്പോൾ അകത്തുനിന്ന് ഭയങ്കര അലറിയുള്ള കരച്ചിൽ കേൾക്കാം. എൻ്റെ ചാച്ചനെ ആരാണ് കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ വല്ലാതെ വയലൻ്റായി. കാരണം അപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തിരുന്നു. അതായത് എൻ്റെ ചങ്കത്തി ബോൾ അടിച്ച സമയത്ത് എൻ്റെ പിതാവ് ആ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരു മുറിക്കകത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ അമ്മ വല്ലാതെ കരയുകയും ചെയ്തുകൊണ്ട് ഞാനും വളരെ ഉച്ചത്തിൽ കരഞ്ഞു. അതിനുശേഷം എല്ലാവരും കൂടെ എന്നെ പിതാവ് കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മണി ആയപ്പോഴത്തേക്കും ഈ ശവമടക്ക് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അനുജൻ വന്നു, എൻ്റെ ജ്യേഷ്ഠൻ മലപ്പുറത്തു നിന്ന് വന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം വന്നു. ഈ ശവമടക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളൊഴികെ എല്ലാവരും അന്ന് തന്നെ പിരിഞ്ഞു പോകാനിടയായി തീർന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെയും ഒരു പിതാവ് ഞങ്ങൾക്ക് തണലായിട്ട് താങ്ങായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പിതാവിൻ്റെ മരണം എല്ലാവരും ശവം അടക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ മാത്രം നിന്നിട്ട് ബാക്കി എല്ലാവരും തിരിച്ചുപോയി. അപ്പം അന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു ശൂന്യത ഞങ്ങൾ അനുഭവിക്കുകയാണ്. കാരണം അതുവരെയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാനും കേൾക്കാനും ഒക്കെയുള്ള ഞങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ടു പോയി. അപ്പം അന്ന് അമ്മ ഞങ്ങളെ കെട്ടിപ്പിടിച്ചതിന് കരഞ്ഞു, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ നയിക്കാൻ ആരാണുള്ളത്, നമ്മളെ ഇനി ആരാണ് കരുതുന്നത്, നമ്മൾ മുമ്പോട്ട് എങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ് അമ്മ വല്ലാതെ കരയുകയാണ്. അപ്പം എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, ദൈവം കൊണ്ട് വിഷമിക്കേണ്ട, ദൈവം അറിയാവുന്ന നടക്കലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ അവർ ആ CSI എന്നൊക്കെ മാറിയിട്ട് അവർ കത്തോലിക്ക പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അമ്മയുടെ അമ്മ ഒത്തിരി നേരം അമ്മയെ ആശ്വസിപ്പിക്കുകയോ ചെയ്തു. ഒരാഴ്ച എൻ്റെ അമ്മയുടെ അമ്മ അവിടെ നിന്നിട്ട് അമ്മയുടെ അമ്മയും വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ അമ്മയുടെ അമ്മയും കൂടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ ഒരു നിരാശയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് രൂപ കടമുണ്ട്. കാരണം ബാങ്കിൽ കുറച്ച് പുര വെക്കാനായിട്ട് ലോൺ എടുത്ത കടങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ കടവും ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് 18 വയസ്സ്, എൻ്റെ ജ്യേഷ്ഠൻ എന്നെക്കാൾ 1 വയസ്സിന് മൂത്താണ്. എൻ്റെ അനുജന് 13 വയസ്സാണ്. അപ്പം ഞങ്ങൾക്ക് ഈ കടം എങ്ങനെ വീട്ടുമെന്നോ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയയുമില്ലാതെ നിൽക്കുമ്പോൾ ഒരു ശൂന്യത മാത്രം മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ വല്ലാതെ പതറിപ്പോയ ഒരു കാലഘട്ടമാണ്. കാരണം നമുക്ക് ആശ്രയിക്കാനായിട്ടൊന്നുമില്ല. കാരണം അതുവരെ നിരീശ്വരവാദത്തിലൊക്കെ വലിയ
ആ വീറോടുകൂടി പറയുകയും അതിനെ പിന്താങ്ങുകയും കമ്മ്യൂണിസ്റ്റ് ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് ചേർന്ന് നടക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അങ്ങനെ ഒരു ശൂന്യത വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ പിടിച്ചിരിക്കുന്ന ആശയങ്ങൾക്കോ നമ്മൾ അതുവരെ ജൈവിളിച്ച രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ലാത്തൊരു നിസ്സഹായാവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകത്തിൽ നമ്മൾ എന്തിനെയെല്ലാം ആശ്രയിച്ചാൽ, എന്തിനെയെല്ലാം വലുതായിട്ട് കണ്ടാലും ദൈവം നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ, നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ കർത്താവ് കൂടെ ഇല്ല എങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ ശൂന്യതയാണ്. അങ്ങനെയാണ് അനേകർ ലോകത്ത് നിന്ന് ആത്മഹത്യ ചെയ്തും വിഷം കഴിച്ചുമൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ല എന്നുള്ളൊരു വലിയ തോന്നലാണ് അപ്രകാരം അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും അമ്മയും അനുജനും എല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും കടം ആദ്യം ഒന്ന് വീട്ടണമെന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂലിപ്പണിക്ക് പോവുകയാണ്. മേയ്ക്കാട് പണിക്ക്, മേസ്തിരിമാരെ സഹായിക്കുന്ന പണി, അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിത് പിന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ആദായങ്ങൾ, മുളക്, കാപ്പിക്കുരു അങ്ങനെയുള്ള ആദായങ്ങളൊക്കെ എടുത്ത് 1.5 വർഷം കൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ ഞങ്ങൾക്ക് വീട്ടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അവിടെയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പിതാവ് മരിച്ചതിന് ശേഷം ഒരു വലിയ സംഭവം എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിക്കാറുണ്ടായിരുന്നു. എൻ്റെ പിതാവ് 1997 ജൂൺ മാസം 17-ാം തീയതിയാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. വൈകുന്നേരമാണ് മരിക്കുന്നത്. അപ്പോൾ ഈ 1997 എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യുന്നു. 1998 ജൂൺ മാസം 17-ാം തീയതി കറക്റ്റ് 6 മണി ആയപ്പോൾ ഈ ആത്മാവ് എൻ്റെ മേൽ വരികയാണ്. ഈ സെയിം ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് പിതാവ് കാണിച്ചതുപോലെയുള്ള എല്ലാ ചേഷ്ടകളും ഞാൻ കാണിക്കുകയാണ്. ഞാനിങ്ങനെ നടക്കുകയാണ്, ഉറക്കമില്ല, ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, വീട്ടിൽ കയറാൻ കഴിയത്തില്ല, കുളിക്കുവാനോ പല്ല് തേക്കുവാനോ മറ്റ് മുടി വെട്ടുവാനോ അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യത്തില്ലാത്ത രീതിയിലേക്ക് ഈ ആത്മാവെന്നെ അങ്ങ് നയിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എപ്പോഴും എൻ്റെ ചെവിക്കകത്തിരുന്ന് ആരോ ഇങ്ങനെ മന്ത്രിക്കുകയാണ്, പിതാവ് ചെയ്തതുപോലെ നീയും ആത്മഹത്യ ചെയ്ത് കളയണം എന്നിങ്ങനെ എപ്പോഴും എൻ്റെ ചെവിക്കകത്തിരുന്ന ഒരാൾ മന്ത്രിക്കുന്നത് കൊണ്ട് എനിക്ക് പുരയ്ക്കകത്ത് കയറാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഈ ആത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ അന്നേരം പുര വിട്ട് ഞാൻ പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. ഞങ്ങളുടെ ആ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. വളരെ ഒരു കുഗ്രാമം ആയതുകൊണ്ട് ഇഷ്ടംപോലെ കാടും മലമടക്കളും ഒക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ഈ ആത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ആ രാത്രി ആകുമ്പോൾ തന്നെ ഞാൻ വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളുടെ അടുത്തൊരു കുരിശുമലയുണ്ട്. അവിടെ 14 കുരിശുകളും അതിൻ്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ കാടൊക്കെയാണ്. ഇപ്പൊ ഈ കുരിശുമലയുടെ മുകളിൽ ചെന്നിട്ട് അവിടെ കിടക്കാൻ നല്ല സൗകര്യമാണ്. ഞാൻ അവിടെ നേരം വെളുക്കുമ്പോൾ അവിടെ പോയി കിടക്കും. അങ്ങനെ ഈ ആത്മാവ് ഒരു 3 മാസം വരെ എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവ് ഇങ്ങനെ നിലനിന്നിട്ട് എന്നെ ഇതേ രീതിയിൽ ഇങ്ങനെ നയിച്ചുകൊണ്ട് എൻ്റെ പിതാവ് കാണിച്ചതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഉറക്കമില്ലാതെ ആഹാരമില്ലാതെ കുളിക്കുകയോ അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരലസനായി 3 മാസക്കാലം ഇങ്ങനെ നടക്കും. ആ 98 ഈ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് ഒരു 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് തന്നെ എന്നെ വിട്ടങ്ങ് മാറിപ്പോകും. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ വിട്ട് മാറിപ്പോകും. പിന്നെ ഞാൻ ആ നോർമൽ അവസ്ഥയിലേക്ക് മടങ്ങി വരും. പിന്നെയും പഴയ പോലെ തന്നെ സന്തോഷമായി ജോലിയെല്ലാം ചെയ്തു പോകും. അപ്പോഴത്തേക്ക് ഞാനും പെയിന്റിങ്ങിന്റെ പണിയെല്ലാം പഠിച്ചു. ഞാനും BA-ക്ക് +2 പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് 2 വർഷക്കാലം പഠിക്കാതിരുന്നിട്ട് ഞാൻ BA-ക്ക് എന്ന് MES കോളേജ് നെടുങ്കണ്ടം വട്ടപ്പാറ MES കോളേജിൽ ഞാൻ BA-ക്ക് ചേരുകയാണ്. 98-ലാണ് ഞാൻ ചേരുന്നത്. അപ്പോൾ ഈ കോളേജിൽ പോകുന്ന സമയത്താണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് കോളേജിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഈ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് പാർട്ടി മുഖാന്തരമാണ് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. PM വിജയൻ എന്ന് പറയുന്ന നെടുങ്കണ്ടത്തിലെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ് എനിക്ക് MES കോളേജിൽ അഡ്മിഷൻ എടുത്തു തരുന്നത്. അപ്പം അവിടെ ഒരു നിബന്ധനയുണ്ട്, പാർട്ടിക്ക് വേണ്ടി കോളേജിൽ പ്രവർത്തിക്കണം എന്നുള്ള നിബന്ധനയോട് കൂടിയാണ് എനിക്ക് MES കോളേജിൽ അഡ്മിഷൻ ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാനത് എഗ്രി ചെയ്തിട്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ഈ കോളേജിൽ 1998, 99 ഈ 2 കാലഘട്ടങ്ങളിലും കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ട് ഞാൻ SFIയുടെ പാനലിൽ മത്സരിക്കുകയും അതുപോലെ SFIയുടെ സജീവ പ്രവർത്തകനായും ഒരു നല്ല പ്രസംഗകനായും ഒക്കെ ഞാൻ ആ കോളേജിൽ, എനിക്ക് അന്ന് ചെറുപ്പകാലം മുതലേ നന്നായി പ്രസംഗിക്കുവാനും അത്യാവശ്യം പാട്ടുകൾ എഴുതുവാന്, പാടുവാന്, കവിതകൾ എഴുതുവാന്, പിന്നെ മിമിക്രി, മോണാക്ട്, നാടകം, അങ്ങനെ എല്ലാ തരത്തിലുള്ള പിതാവിന്റെ കഴിവുകളും ഞങ്ങൾക്ക് 3 പേർക്കും മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്.
എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും ആർട്ട് വർക്ക്, പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഈ കോളേജിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ട് ഞാൻ എന്ത് ചെയ്യും, കോളേജിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും, എന്നാൽ ഈ സമയത്ത് ഞാൻ നല്ല ഒരു പ്രസംഗകനാകുന്നത് കൊണ്ട് തന്നെ എൻ്റെ പിതാവിൻ്റെ പിതാവ് ഈ യേശു ക്രിസ്തുവിനെ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് എൻ്റെ ഉള്ളിൽ വരച്ചിട്ടിരുന്നത് ചെറുപ്പകാലത്ത്. അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ കാര്യവും ഇങ്ങനെ അമ്പലത്തിന്റെ കാര്യമൊക്കെ എൻ്റെ പിതാവിനോട് ചോദിക്കാൻ പറയും, നിനക്കറിയാമോ ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ യേശു ക്രിസ്തുവാണ്. എന്നിട്ട് അദ്ദേഹം അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം ഈ 11-ാം അധ്യായം 28 വാക്യമെടുത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്ന ഈ വാക്യം എടുത്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയും, ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ളത് കർഷക തൊഴിലാളികളെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആളാണ്. അന്നത്തെ കാലഘട്ടത്തിലെ 7ാം ക്ലാസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നല്ല ജീവിതത്തിന് നല്ല പങ്കും അദ്ദേഹം പുസ്തകം വായിച്ചു തന്നെയാണ് അദ്ദേഹം ചെലവഴിച്ചു കളഞ്ഞത്. അപ്പം ഖുറാന്റെ ഒരു പതിപ്പ് വീട്ടിലുണ്ടായിരുന്നു, മലയാളം പതിപ്പ്, അതുപോലെ തന്നെ ബൈബിളിന്റെ പതിപ്പ് ഉണ്ടായിരുന്നു. മറ്റിതര മതഗ്രന്ഥങ്ങളുടെ ഒക്കെ പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളെ കുറിച്ചും മതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ചെറിയ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ യേശു ക്രിസ്തുവിനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുകയും അതിനെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ MBS കോളേജിൽ പ്രസംഗകനായിട്ട് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ഞാനും ഇതിങ്ങനെ കോട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ, ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഞാൻ ഈ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് എനിക്ക് ആ കോളേജിൽ ഒരു ഇരട്ടപ്പേര് വീണു, സഖാവ് യേശു ക്രിസ്തു. അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്, സഖാവ് യേശു ക്രിസ്തു എന്ന് അവരെന്നെ വിളിക്കും. എന്നെ കാണുമ്പോൾ പറയും, എന്താണ്ട് സഖാവ് യേശു ക്രിസ്തു വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ ഈ 2 വർഷക്കാലം ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആ കോളേജിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മെയ്മോൾ എന്ന് പറയുന്നു. അപ്പൊ ആ പെൺകുട്ടി ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതും പള്ളിയിൽ പോകുന്നതും ഒരു ബ്രദറൻ ചർച്ച് വിശ്വാസിയായിരുന്നു ആ പെൺകുട്ടി. അന്ന് എനിക്ക് മനസ്സിലായില്ല ബ്രദറൻ ചർച്ച് വിശ്വാസി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം ഇന്ന് ഇതിൻ്റെ അകത്തുള്ള ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, ഞങ്ങൾ ബ്രദറൻ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ബ്രദറൻ ചർച്ച് എന്ന് മനസ്സിലായില്ല. എന്നിട്ട് ആ കുട്ടി ഇപ്പൊ എന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ആ കുട്ടി മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, സാബു ചേട്ടന് ഒരു കാര്യം ചെയ്യണം, ദയവ് ചെയ്ത് യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രസംഗിക്കരുത് ഒരിക്കലും. യേശു ക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനല്ല, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവപുത്രനാണെന്ന് ഈ കുട്ടി എന്നോട് പറയും, മെയ്മോൾ എന്നോട് പറയും. അപ്പൊ ഞാന് ഇങ്ങനെ ഒച്ചത്തിൽ ചിരിച്ചിട്ട് ഞാനിങ്ങനെ പറയും, മെയ്മോളെ, നിനക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല, നിനക്ക് ബുദ്ധി വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഞാൻ കളിയാക്കുമായിരുന്നു. എന്നിട്ട് ആ മെയ്മോൾ എന്നോട് പറയുമായിരുന്നു, ഇന്ന് സാബു ചേട്ടൻ യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രസംഗിക്കുകയാണ്, പക്ഷെ ഇനി ഒരു കാലഘട്ടത്തില് സാബു ചേട്ടൻ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് തീർച്ചയായിട്ടും പ്രസംഗിച്ചിരിക്കുമെന്ന് ഈ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, കാരണം എൻ്റെ പിതാവിൻ്റെ പിതാവും എൻ്റെ പിതാവും ഒക്കെ നിരീശ്വരവാദികളാണ്, അങ്ങനെ തന്നെയാണ് അവർ മരിച്ചു പോയത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ആ മെയ്മോൾ ഇന്ന് അമേരിക്കയിൽ എവിടെയോ നല്ലൊരു ജോലിയിലാണ്. ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ, ഇല്ലെങ്കിൽ ഞാനൊരു പെന്തക്കോസ്തുകാരനായി കർത്താവിനെ പ്രസംഗിക്കുന്നത് ആ മകൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ മെയ്മോൾ എന്ന് പറയുന്ന ആ സഹോദരി എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരു പ്രവചനമായി ഫലിക്കുകയും, ഞാൻ ഇന്ന് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല പ്രസംഗിക്കുന്നത്, ജീവിക്കുന്ന ദൈവപുത്രനായിട്ട് തന്നെയാണ് പ്രസംഗിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മളത് ആരുടെയും മുഖം നോക്കാതെ നമ്മളത് അവരോട് തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവപുത്രനാണ്, കമ്മ്യൂണിസ്റ്റുകാരനല്ല, ചരിത്ര പുരുഷനല്ല എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ 97-ലും ഈ അസുഖം എനിക്കുണ്ടായി, ആ 98-ലും ഈ അസുഖം എനിക്കുണ്ടാകുന്നു. 99-ലും ഇതേ സമയത്ത് ഈ ദിവസം തന്നെ എൻ്റെ പിതാവ് മരിച്ച അതേ ദിവസം അതേ രാത്രിക്ക് എൻ്റെ മേൽ ഈ ആത്മാവ് വന്നു. എന്നാൽ 99-ൽ ഇത് വന്നിട്ട് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഇതെൻ്റെ ജീവിതത്തിൽ നിലനിന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അപ്പൊ എനിക്ക് തോന്നി, ഇനി ഇത് വരാൻ സാധ്യതയില്ല, കാരണം
അത് ആദ്യം വന്നതുപോലെ അത്ര ശക്തമായിട്ടല്ല എൻ്റെ ശരീരത്തിൽ ഇത് വന്നത്, എൻ്റെ മനസ്സിനെ ഇത് ബാധിച്ചത്. എന്നാൽ ഞാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഞാൻ BA ഫൈനൽ ഇയറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 2000 ഈ ആത്മാവ് എൻ്റെ മേൽ ജൂൺ മാസം 1-ാം തീയതി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഷിബു എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൂൺ മാസം 1-ാം തീയതി വൈകുന്നേരം 7 മണി ആയപ്പോൾ ഈ ആത്മാവ് എൻ്റെ മേൽ വരികയാണ്. ഈ കഴിഞ്ഞ 2 പ്രാവശ്യം ഇത് എൻ്റെ മേൽ വരുമ്പോൾ ഈ ഷിബു ആണ് എന്നോട് കൂടെ ഉണ്ടായിരുന്നതും എന്നോട് കൂടെ നടക്കുകയും സംസാരിക്കുകയും അന്ന് എന്നെ കൂട്ടിക്കൊണ്ട് സിനിമയ്ക്ക് പോകുകയും അതുപോലെ ഞങ്ങൾ ഇങ്ങനെ അല്പം പുകവലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഈ ആത്മാവ് ഇങ്ങനെ എൻ്റെ മേൽ വരുമ്പോൾ അവൻ്റേതാകുന്ന ആ ഷിബുവിൻ്റെതാകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സിനിമയ്ക്ക് കൊണ്ടുപോകുക, മറ്റ് സന്തോഷകരമാകുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏതായാലും ഈ ഷിബുവായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ പെട്ടെന്ന് ഈ ഷിബു എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ എന്താ പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയത്, നിനക്ക് ആ പഴയ അസുഖം അത് നിനക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കി, കാരണം ഈ 2 പ്രാവശ്യം ഉണ്ടായപ്പോഴുള്ള എൻ്റെ അവസ്ഥ അറിയാവുന്ന ഷിബു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെന്നെ വീണ്ടും ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ്, ഞാൻ എന്നാ ചെയ്യണമെന്ന്. ഉടനെ ഷിബു വളരെ ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഒരു കാര്യം, നീ ഈ പിതാവിൻ്റെ മരണത്തെ പറ്റി എപ്പോഴും ആലോചിച്ച് നടക്കുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടാകുന്നത്, എന്നെ കണ്ടുപഠിക്കുക, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടുപഠിക്കുക, അങ്ങനെ നീ ചിന്തിക്കാതിരിക്കുക, നീ അതിനെയൊക്കെ മറന്നു കളയാൻ പറഞ്ഞു. പക്ഷേ ഈ 2000 ഈ ആത്മാവ് എൻ്റെ മേല് വന്ന് ജൂൺ മാസം 1-ാം തീയതി എൻ്റെ മേൽ വന്നിട്ട് ജൂലൈ മാസം 20-ാം തീയതി വരെയുള്ള എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. വലിയ പ്രതികൂലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമാകുന്ന ഒരു പ്രതികൂലത്തിലേക്ക് ഈ ആത്മാവ് എന്നെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അപ്പം ആ ജൂൺ മാസം 1-ാം തീയതി ഞാൻ ഭവനത്തിൽ നിറങ്ങിയിട്ട് ജൂലൈ മാസം 19-ാം തീയതി 18-ാം തീയതി രാത്രിക്കാണ് ഞാൻ തിരിച്ചെൻ്റെ ഭവനത്തിൽ ചെന്ന് കയറുന്നത്. അപ്പോൾ ഈ 2000 ജൂൺ മാസം 1-ാം തീയതി മുതൽ ഞാൻ കിടക്കുന്നത് ഈ കുരിശുമലയിലെ കാട്ടിലാണ് കിടക്കുന്നത്. അല്ലെ ഷിബുവിൻ്റെ വീട്ടിൽ പോയി കിടക്കും, അല്ലെങ്കിൽ മനു എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമാ കൊട്ടയിലോ ഇല്ലെങ്കിൽ വഴികളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഞാൻ ആഹാരം കഴിക്കാറില്ല, ബ്രഷ് ചെയ്യാറില്ല, കുളിക്കാറില്ല, എൻ്റെ തലമുടിയെല്ലാം നീണ്ടു വളർന്ന് ഞാൻ ഒരു പ്രാകൃത രൂപമായി പോയി ഏകദേശം ഒരു 50 ദിവസക്കാലം കൊണ്ട്. അതിനുശേഷം ഈ രോഗത്തിൽ നിന്നൊരു മുക്തി വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ അന്നത്തെ പ്രകാശഗ്രാമിലെ ഏറ്റവും വലിയ സജീവനാകുന്ന ഒരു CPM-ന്റെ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, KJ മർക്കോസ് എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, മർക്കോസ് അണ്ണ, എൻ്റെ പിതാവിൻ്റെ രോഗം എന്നെ ബാധിച്ചിരിക്കുകയാണ്, ഇതിൽ നിന്ന് എനിക്കൊന്ന് മുക്തനാകണമെന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ നാളെ ഒരു കാര്യം ചെയ്യും, എന്നെ വന്ന് കാണും, നമുക്ക് 2 പേർക്കൂടെ ഒരു ഡോക്ടറെ കാണാൻ പോകുമെന്ന് പറഞ്ഞ് നെടുങ്കണ്ടത്തെ കരുണ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടുത്തെ ആൻസൺ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഞാനും ഈ മർക്കോസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ആ പ്രവർത്തകനും കൂടെ ഈ ഡോക്ടറെ കാണാൻ ചെന്നു. ആ ഡോക്ടറെ ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ പോയി കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് മരുന്നുകൾ, ഗുളികകൾ, അങ്ങനെ ഉറങ്ങാനുള്ളത്, എൻ്റെ ശരീരത്തിന് വിശപ്പുണ്ടാകാനായിട്ടുള്ളത്, എൻ്റെ മൈൻഡ് നോർമൽ ആകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മരുന്നുകളും എനിക്ക് എൻ്റെ കരങ്ങളിൽ തന്ന് എന്നോട് പറഞ്ഞു, വീട്ടിലോട്ട് പൊക്കോ, എന്നിട്ട് ഇത് കഴിക്കണം, സമയാസമയത്ത് കഴിക്കണം, ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നതല്ലാതെ ഇതിലൊരു ഗുളിക പോലും കഴിക്കാൻ കഴിയുന്നില്ല. കാരണം ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. ഗുളിക കഴിച്ചാൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് പേടിയാണ്, ആഹാരം കഴിച്ചാൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് പേടിയാണ്, അതുപോലെ തന്നെ ഒരു ബസ് യാത്ര ചെയ്താൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് പേടിയാണ്, വീട്ടിൽ കയറിയാൽ ഞാൻ ആത്മഹത്യമെന്ന് എനിക്ക് പേടിയാണ്. അങ്ങനെ 11 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും എൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് വലിഞ്ഞു പോകാനിടയായി തീർന്നു. ആഹാരം കഴിക്കാതെ 11 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും അകത്തേക്ക് ആരോ വലിച്ചുകൊണ്ട് പോയതുപോലെ ഞരമ്പുകൾ മുഴുവൻ അകത്തേക്ക് അങ്ങ് വലിഞ്ഞു പോയി. ഒറ്റ ഞരമ്പ് പോലും പുറത്ത് പ്രത്യക്ഷമല്ലാത്ത രീതിയിൽ ഞരമ്പുകളെല്ലാം അകത്തേക്ക് വലിഞ്ഞു പോയി. അതിനുശേഷം ഞാൻ ഈ പിതാവ് മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ചെറിയൊരു മാനസിക അവസ്ഥ ഉണ്ടായ, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു റോമൻ കത്തോലിക് പള്ളിയിൽ പോയി അവിടുത്തെ ഫാദർ പയസ് തെക്കേവയൽ എന്ന് പറയുന്ന പുരോഹിതനെ കണ്ടിട്ട് ആ പുരോഹിതന്റെ അനുമതിയോടുകൂടി ഞാനും എൻ്റെ മാതാവും കൂടെ ആ പള്ളിയിലെ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഒന്നുമല്ല, എൻ്റെ അമ്മയെ പള്ളിയിൽ ഒന്ന് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പള്ളിയിൽ പോകുന്നത്. എൻ്റെ അമ്മയെ അവിടെ കൊണ്ട് ചേർത്തു. എൻ്റെ ജ്യേഷ്ഠനും പോകുന്നില്ല, അനുജനും പള്ളിയിൽ പോകുന്നില്ല. ഞാനും എൻ്റെ അമ്മയും, ഞാൻ അമ്മ പോകുന്നതുകൊണ്ട് അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനും ഈ പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ 11 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫാദർ പയസ് തെക്കേവയലിനെ ചെന്ന് കണ്ടിട്ട് ഞാൻ ഈ ഫാദറിനോട് പറഞ്ഞു, അച്ചോ, എൻ്റെ കയ്യിലെ ഞരമ്പെല്ലാം അകത്തേക്ക് വലിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഇങ്ങനെ അസുഖമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് എന്താണ് പറയാതിരുന്നത്, വരാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കൂട്ടി ഈ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട്
ആ പള്ളിയിൽ ചെന്നിട്ട് ഒരു കൊന്ത എടുത്ത് പൂജിച്ച് ഇങ്ങനെ വെഞ്ചരിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഒരു കാശുരൂപം, കുരിശിന്റെ ഒരു കാശുരൂപം തന്ന് ഒരു ബൈബിളും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ ബൈബിളും കൊണ്ട് വീട്ടിലേക്ക് പോവുക, എന്നിട്ട് ഈ കൊന്ത ധരിച്ചു കൊള്ളണം. ഈ കാശുരൂപം, ക്രൂസിന്റെ കാശുരൂപം കട്ടിലിന് അടിയിൽ ഇങ്ങനെ കയറിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഒരു പിശാചും ആക്രമിക്കത്തില്ല, ഒരു അന്ധകാര ശക്തി അവിടെ വരത്തില്ല, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഈ കൊന്തയും കഴുത്തിലിട്ടു, ഈ കാശുരൂപം കൊണ്ടുവന്ന് കയറിനിടയ്ക്ക് ഇങ്ങനെ കയറ്റി വെച്ചു, ഈ ബൈബിളും കൊണ്ടുവന്ന് കട്ടിലെ വെച്ചു. ഞാനൊരു 8 മണി വരെ ഞാൻ പെരയ്ക്കകത്തിരുന്നു. 8 മണി ആയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് വന്നിട്ട് പറഞ്ഞു, പിതാവ് ചെയ്തപോലെ തൂങ്ങി മരിച്ചോളാൻ പറയുകയാണ്. ഞാൻ അവിടുന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമാണ്. എൻ്റെ അമ്മ ചോദിച്ചു എങ്ങോട്ട് പോകാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷിബുവിന്റെ വീട്ടിൽ വരെ പോകാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വീണ്ടും ഞാൻ ഈ കുരിശുമലയിലും മലമടക്കുകളിലും ഒക്കെ ഇങ്ങനെ പാർത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയറിൻ്റെ അകത്ത് അസിഡിറ്റി ബാധിച്ച് എനിക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക്, ആഹാരം കഴിക്കാതെ അസിഡിറ്റി ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. അങ്ങനെ എനിക്ക് മനസ്സിലായി എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ എൻ്റെ ശരീരം വളരെ വീക്കായി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ശരീരം നോർമലായിട്ട് വിറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അവിടുന്ന് 30ാമത്തെ ദിവസമായപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളെല്ലാം ഈ അസിഡിറ്റി ബാധിച്ചിട്ട് ഒരു ദ്രവാവസ്ഥയിലേക്ക് പോയിട്ട് വലിയൊരു ദുർഗന്ധം എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് അടിക്കാനായിട്ട് തുടങ്ങി. വലിയൊരു ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ലാത്ത രീതിയിൽ വലിയൊരു ദുർഗന്ധം എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഈ റൂമിലൊന്നും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഒരു ദുർഗന്ധം ഉണ്ടാകുകയാണ്. ഇതിനിടയ്ക്ക് ഷിബു എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ഒരു പൂജയൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ മന്ത്രവാദം നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്, ഞാൻ നിന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ അപ്രകാരം യോഗയും ചെറിയ മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ഈ ഷിബു എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഞാൻ ഈ മന്ത്രവാദിയുടെ വീട്ടിൽ ചെന്നു. രാവിലെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, രാവിലെ ഞാൻ അങ്ങനെ പൂജയും മന്ത്രങ്ങളും ഒന്നും ചെയ്യാറില്ല, ഒരു 7 മണി ആകുമ്പോഴത്തേക്കും ഒരു 100 വെളിച്ചെണ്ണയും വാങ്ങി, എണ്ണയും വാങ്ങി, ഒരു 2 മുഴം കറുത്ത നൂലും വാങ്ങി, പിന്നെ ഒരു 5 രൂപയുടെ തുട്ടുമായിട്ട് നീ വരാൻ പറഞ്ഞു, സാമ്പ്രാണിത്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ 2 മുഴം പിന്നെ കറുത്ത നൂലും വാങ്ങിച്ച് ഒരു 5 രൂപ തുട്ടും എടുത്ത് സാമ്പ്രാണി എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഈ എണ്ണയും വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇദ്ദേഹം ഒരു 9 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ ഇദ്ദേഹത്തിന്റെ പൂജാ റൂമിന്റെ അകത്ത് കയറ്റി എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചമരം പടഞ്ഞിരിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം ഏതോ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് അദ്ദേഹം പൂജിച്ച് അദ്ദേഹം ചരടുകൾ എൻ്റെ കയ്യിലും കഴുത്തിലും അരയിലും ഒക്കെ ഇങ്ങനെ കെട്ടാനിട്ടിടയെ തീർന്നു. എണ്ണ പൂജിച്ച് എൻ്റെ തലയിൽ വെച്ചു. ഈ 5 രൂപ തൊട്ട് അദ്ദേഹം എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എന്നോട് പറഞ്ഞു, ഇത് ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ കട്ടിലിന്റെ കയറിന്റെ അകത്ത് 5 രൂപ തൊട്ട് വെക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, നിനക്ക് കട്ടിലേക്ക് കയറി കിടക്കാൻ പറ്റും, നിനക്ക് പുരക്കകത്ത് കയറാൻ പറ്റും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, എന്നെ മനസ്സിൽ ധ്യാനിച്ചോളണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ നാണയത്തൊട്ടും ഈ ചരടും എണ്ണയും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ പുരക്കകത്ത് കയറി. ഒരു 9-9:30 മണി വരെ ഞാൻ ആ പുരക്കകത്ത് നിന്നു. നല്ലൊരു 9:30 ആയപ്പം ശക്തിയോടെ ഈ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് പറഞ്ഞു, ഈ പുരക്കകത്ത് കിടക്കരുത്, ഇന്ന് രാത്രിക്ക് നീ പിതാവ് ചെയ്ത പോലെ നീ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ആ എണ്ണയും ആ പൈസയൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി വീണ്ടും ഈ കുരിശുമലയുടെ മുകളിലേക്ക് ഞാൻ ഓടിപ്പോവുകയാണ്. അങ്ങനെ വീണ്ടും എന്നെ അതിന് പിറ്റേന്ന് എന്നെ ഷിബു എന്ന് പറയുന്ന ആ വ്യക്തി ഈ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ആ മന്ത്രവാദിയുടെ വീട്ടിൽ ഞാൻ ഏകദേശം 7 ദിവസക്കാലം ആ മന്ത്രവാദിയുടെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. അങ്ങനെ 7 ദിവസക്കാലം മന്ത്രവാദിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിന്റെ അകത്തെ അവയവങ്ങളൊക്കെ പഴുത്ത് പയ്യെ അഴുകാൻ തുടങ്ങി. അങ്ങനെ ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. ഈ മന്ത്രവാദി, അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്, ഒന്ന് ഞങ്ങളുടെ നാട്ടിലും ഒന്ന് മറ്റൊരു ദേശത്താണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം അങ്ങനെ ഒരു കുടുംബ ജീവിതം നയിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ മന്ത്രവാദിയെ തേടി അദ്ദേഹത്തിന്റെ ആ 2ാമത്തെ ഭാര്യയുടെ നാട്ടിലേക്ക് പോവുകയും അവിടെ രാത്രിക്ക് ചിലവഴിക്കുകയും ചെയ്തപ്പോൾ ഈ ഷിബുവിന്റെ മറ്റൊരു സുഹൃത്ത് സുരേഷും കൂടെ എന്നെ തേടി ആ മന്ത്രവാദിയുടെ ആ നാട്ടിൽ വരികയാണ്. അന്ന് രാത്രിക്ക് മന്ത്രവാദി എന്നോട് പറഞ്ഞു, നിന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഹിപ്നോട്ടിസം അവസാനത്തെ ഒരു പരീക്ഷണമാണ്, ഇതിൽ നീ സൗഖ്യം പ്രാപിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഷിബുവും സുരേഷും കൂടെ അന്ന് രാത്രിക്ക് വന്നു. ഷിബുവും സുരേഷും ഞാനും ഈ മന്ത്രവാദിയുടെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു മേശയിൽ കയറി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ മേശയിൽ കയറി കിടന്നു. അദ്ദേഹം വന്ന് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലി. അദ്ദേഹത്തിന് അടുക്കാൻ പറ്റത്തില്ല, എൻ്റെ വായിൽ നിന്ന് അത്ര ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അദ്ദേഹം ഷിബുവിനോട് പറയുന്നുണ്ട്, ഇവൻ മരിച്ചു പോകും, ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോക്കോളം പറയുകയാണ്.
അപ്പോൾ ഇതിനു മുമ്പ് ഈ മന്ത്രവാദിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ പള്ളിയിൽ അച്ഛൻ്റെ അടുക്ക് ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, സാബുവിനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ പള്ളിയിൽ അച്ഛൻ തിരക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛനോടെന്ന് പറഞ്ഞ്, മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവിടുന്ന് ഒരു ബസ് പോകുന്നുണ്ട്, സാബു മകനെ നീ ഈ പോട്ടയിൽ പോയി ഒരു 7 ദിവസക്കാലം ധ്യാനം കൂട്ടിയിട്ട് നീ മടങ്ങി വാ, അങ്ങനെ മടങ്ങി വരുമ്പോൾ നിന്റെ അസുഖം പരിപൂർണമായിട്ടും വിട്ടുമാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പോട്ടയിലേക്ക് ധ്യാനത്തിന് പോവുകയാണ്. 32ാമത്തെ ദിവസം ഞാൻ പോട്ടയിൽ, എൻ്റെ അസുഖം ഉണ്ടായി 32ാം ദിവസം ഞാൻ പോട്ടയിലേക്ക് പോവുകയാണ്. അങ്ങനെ 7 ദിവസക്കാലം ഞാൻ ഈ പോട്ടയിലെ ധ്യാനത്തിൽ പോയി പങ്കെടുത്തു. പോട്ടയിലെ ഓരോ പ്രസംഗങ്ങളും, ആ മൈക്കിന്റെ ശബ്ദവും അവിടുത്തെ പാട്ടിന്റെ ശബ്ദവും അവിടുത്തെ കോലാഹലങ്ങളൊക്കെ എൻ്റെ അസുഖത്തെ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ, അതൊരു മൂർധന്യ അവസ്ഥയിലേക്ക് കൂടുകയാണ് എനിക്ക്. അങ്ങനെ പോട്ടയുടെ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ ട്രെയിനിന് തലവെക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഗേറ്റ് വാച്ചർമാരെല്ലാം കൂടെ എന്നെ പിടിച്ച് വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയി ആ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന അകത്തുനിന്ന് ഞങ്ങൾ താമസിക്കുന്ന മുറിയിലേക്ക് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട്, അവിടുന്ന് ഞാൻ ബാത്റൂമിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് കയറി. അതുപോലെ എൻ്റെ അസുഖം അങ്ങ് കൂടിപ്പോയി, വേറെല്ലാം പഴുത്തഴുകി, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട്. അവർ ചോദിച്ചെന്താ, മാനസികപരമായിട്ട് പ്രശ്നമാണോ, ശാരീരികമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഞാൻ ബാത്റൂമിലോട്ട് വന്നതാണ്. അല്ലല്ല, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ അവർ പിടിച്ച് ഈ ധ്യാനം നടക്കുന്ന ആ ഹാളിൻ്റെ അവിടെ കൊണ്ടിരുത്തി. അവർ മാറുമ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ എപ്പോൾ എവിടെയെല്ലാം ആത്മഹത്യ ചെയ്യാനായിട്ട് പോയാലും അവിടെയെല്ലാം ആള് കാണും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കും. അങ്ങനെ 7 പ്രാവശ്യമാണ് ഞാൻ ഈ അസുഖത്തിൽ നിന്നും മുക്തി കിട്ടാൻ വേണ്ടി ആത്മഹത്യ ശ്രമിച്ചത്. 7 പ്രാവശ്യമാണ് ഞാൻ ആത്മഹത്യ ശ്രമിച്ചത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രാവശ്യം പോലും ആത്മഹത്യയുടെ ആത്മാവിനെ ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ഈ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം എന്നെ സഹായിച്ചത്. അങ്ങനെ 7 ദിവസക്കാലം ഞാൻ ആ ധ്യാനം കൂടിയിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ എൻ്റെ അമ്മ ഒരു പാ വിരിച്ചിട്ട് ആ പായിൽ ഇരുന്നു കൊണ്ട് കന്യാമറിയത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കത്തോലിക്കരുടെ പ്രാർത്ഥന ചൊല്ലുകയാണ്. മാതാവ് എൻ്റെ മകനെ മടക്കി വരുത്തണമേ, അവന് സൗഖ്യം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒച്ച കേട്ടോണ്ടാണ് ഞാൻ ഈ പോട്ടയിൽ നിന്ന് മടങ്ങി വരുന്നത്. അപ്പോൾ വന്ന് കയറിയുണ്ട് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ അസുഖം മാറിയോ? എൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എൻ്റെ അസുഖം മാറി. അപ്പോൾ എനിക്ക് അസുഖം കൂടി നിൽക്കുകയാണ്. ഞാനും വല്ലാതെ സങ്കടപ്പെട്ടു, ഭയപ്പെട്ടു. കാരണം എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ആ ഭാരം താങ്ങാൻ വയ്യാതിരിക്കുകയാണ് എൻ്റെ അമ്മ. എന്നാൽ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അസുഖത്തെപ്പറ്റി അറിയാമെങ്കിൽ എത്ര കാഠിന്യമാണെന്ന് അവർക്കും അറിയത്തില്ല. എൻ്റെ അനുജൻ അമ്മയുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ്. പക്ഷെ എൻ്റെ അനുജനും അറിയത്തില്ല എത്രത്തോളം ഭാരമാണ് ഞാൻ ഈ ചുമക്കുന്നത്, എത്ര വലിയ ഒരു കാഠിന്യമേകുന്ന രോഗമാണ് എനിക്കെന്ന് ആർക്കും അറിയത്തില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എൻ്റെ ജ്യേഷ്ഠൻ അറിയത്തില്ല, എൻ്റെ നാട്ടുകാർക്ക് അറിയത്തില്ല. ഷിബുവിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ രോഗത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഷിബു എന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും എന്നെ കൊണ്ടുപോകുന്ന ഷിബുവാണ്. പോട്ടയിലേക്ക് പോകാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഷിബുവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷിബുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോട്ടയിൽ നിന്ന് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ ഈ ബായികെല്ലാം ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവവുമില്ല, അങ്ങനെ ഒരു ശക്തിയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 7 ദിവസം ഞാൻ ധ്യാനം കൂടി മരണാസന്നായിരിക്കുന്ന ഞാൻ അവിടെ ചെന്ന് കുമ്പസാരിച്ചു. ഞാൻ അവിടെ കർത്താവിൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി ഞാൻ കരഞ്ഞു, മാതാവിൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞു, പുണ്യാളന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു, പള്ളിയിലച്ചന്മാരോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്തിട്ടും എനിക്ക് രോഗഭേദമില്ലാതെയാണ് ഇനി പോട്ടയിൽ നിന്ന് മടങ്ങി വരുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ ഈ കൊണ്ടുവന്ന് ആ പോട്ടയിൽ നിന്ന് കിട്ടിയ ബൈബിളും കൊന്തയെല്ലാം ദൂരെ കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഞാൻ ഷിബുവിൻ്റെ അരികിലേക്ക് എന്നിട്ട് ഞാൻ ഷിബുവിനോട് പറഞ്ഞു, ഷിബു എൻ്റെ അസുഖം കൂടിയിരിക്കുക, ഞാൻ എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ അസുഖം കുറഞ്ഞെന്ന്. എന്നാൽ ഷിബുവിന് അതിശയമായി, 7 ദിവസം ധ്യാനം കൂടിയിട്ടും ഈ അസുഖം കുറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു കുറഞ്ഞില്ല ഷിബു എന്ന് പറഞ്ഞു. അങ്ങനെ ഷിബു എന്നെ വീണ്ടും മന്ത്രവാദിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മന്ത്രവാദിയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് ആ 2-3 ദിവസം വീണ്ടും മന്ത്രവാദിയുടെ വീട്ടിൽ താമസിച്ചിട്ട് മന്ത്രവാദി ഈ 2ാം ഭാര്യയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ വന്ന് ഷിബുവിനോട് ചോദിച്ചു, സാബു പോട്ടേന്ന് വന്നിട്ട് എവിടെ പോയി? എന്നാലും ഷിബു പറഞ്ഞ് ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക, വീണ്ടും എന്തോ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയിരിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ജ്യേഷ്ഠൻ ഷിബുവിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നീ അല്ലേ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്, വേഗം പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് ഷിബുവും സുരേഷും കൂടെ ഈ മന്ത്രവാദിയുടെ ആ നാട്ടിലേക്ക് വരികയാണ്. തൊടുപുഴ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ അവിടെ പോയി. അപ്പം ഞാൻ അവിടെ പകലെ ചെന്നു, ഇവർ 2 പേരും എൻ്റെ പിന്നാലെ വന്നു. അന്ന് രാത്രിക്കാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നതും എൻ്റെ വയറ് പഴുത്തഴുകിയിരിക്കുന്നുണ്ട്, ദുർഗന്ധം വമിച്ചു എന്ന് ഈ മന്ത്രവാദി പറഞ്ഞിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ ഇവനെ ഇവിടുന്ന് മാറ്റിക്കൊള്ളണം, ഇവൻ ഇന്ന് രാത്രി തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം 45 ദിവസം കഴിഞ്ഞു. എൻ്റെ ശരീരം പരിപൂർണമായിട്ടും മരണത്തിന് കീഴടങ്ങാൻ പോവുകയാണ്. അത്ര ഭയങ്കരമായിട്ട് എൻ്റെ ശരീരത്തെ ഈ രോഗാത്മാവ് ബാധിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും
ഞാനിത് ഈ അബോധാവസ്ഥയിൽ ഞാൻ കേട്ടു ഞാൻ മരിച്ചു പോകുമെന്ന് പറയുന്നത്. എന്നിട്ട് ഷിബു എന്നോട് പറഞ്ഞു, വരിക, നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കൂട്ടുകാരനായ ഷിബുവിൻ്റെ അമ്മയുടെ വീടും ഈ തൊടുപുഴ തന്നെയാണ്. അപ്പൊ ഷിബു പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് എവിടെയുണ്ട്, നമുക്ക് അവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞ് രാത്രി 1 മണി ആയപ്പോഴത്തേക്കും ഈ മന്ത്രവാദിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി എന്നെ കൊണ്ടുപോയി ഷിബുവിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്, അമ്മയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 7 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം രാത്രിക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എല്ലാവരും ഉപവാസം കഴിഞ്ഞ് എല്ലാവരും പോയി, കുറച്ചു പേരൊക്കെ അവിടെ ഉണ്ട്. ആ വീട്ടില് ആ ഉപവാസം നടന്ന റൂമിന്റെ അകത്ത് ഞാൻ പോയി 45ാമത്തെ ദിവസം ഞാൻ ആ റൂമിൽ പോയി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കിടന്നുറങ്ങി. അപ്പൊ ആഹാരം കഴിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആഹാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിനിടയ്ക്ക് ആഹാരം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പുതപ്പെടുത്ത് തലയിലിട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കല്ല, ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ ഈ കമ്പിളി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഈ ഷിബു പറയുന്നുണ്ട്, ഇവര് പെന്തക്കോസ്തുകാരാണ്, ഇന്ന് ഉപവാസമായിരുന്നു, ഉപവാസം കഴിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും അവിടെ ഇങ്ങനെ കമ്പിളി തലയിട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പിന്റെ സമയമാണ്, മഴക്കാലമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഏതായാലും കൊള്ളാം, നേരം വെളുത്ത് ഒരു 6 മണി വരെ അവിടെ എല്ലാവരും കിടന്നുറങ്ങി. ഞാൻ ഈ കമ്പിളിയും തലയിട്ടോണ്ട് ഉറങ്ങാതെ ഞാൻ അവിടെ ഇരുന്നു. നേരം വെളുത്തപ്പോഴത്തേന് അവര് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവിടുന്ന് തയ്യാറായിട്ട് ഞാൻ ഇടുക്കിയിലേക്ക്, നെടുങ്കണ്ടത്തിലേക്ക്, തൂക്കുപാലത്തേക്ക് ഞാൻ പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിൽ കിടന്ന കുറച്ച് ട്രാക്റ്റുകൾ, അത് എന്താണെന്നും എനിക്കറിയത്തില്ല, കുറച്ച് ഈ കർത്താവിന്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്, ചെറിയ ചെറിയ ബുക്കുകളുണ്ട്. ഈ പിന്നെ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നൊക്കെയുള്ള ചെറിയ പുസ്തകങ്ങൾ ഈ മേശയിൽ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഇത് കൂട്ടൊരു കുത്ത് ഈ പുസ്തകം വാരി എൻ്റെ പോക്കറ്റിൽ ഇട്ടോണ്ടാണ് പോകുന്നത്. അത് എന്തിനെടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ പുസ്തകം വാരി ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ വണ്ടിയെ കയറി യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ മുമ്പിലിരുന്ന 2 പേർക്ക് ഈ ബുക്ക് കൊടുത്ത്, എൻ്റെ പുറയിൽ ഇരുന്നവർക്ക് കൊടുത്ത്, എൻ്റെ കൂടെ ഇരുന്ന ആൾക്ക് ഞാൻ ഈ പുസ്തകം കൊടുക്കും. ആദ്യത്തെ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. ഇത് കൊടുത്തിട്ട് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ പോയി. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടിൽ ചെന്നു. ഒത്തിരി ദൂരമുണ്ട് അവിടെ, തൊടുപുഴ ഞങ്ങളുടെ നാട്ടിൽ വരെ ചെന്നു. ഞാൻ വൈകിട്ടായപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആ ഗ്രാമത്തിൽ ചെന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ഒരു 10 ട്രാക്ടോളം ഉണ്ടായിരുന്നു പോക്കറ്റ്. 2 പോക്കറ്റിൽ നിറച്ചെടുത്തിട്ടുണ്ടാ വന്നത്. അത് എന്തിനെടുത്തോണ്ട് പോയെന്നോ എന്താണ് ഞാൻ ചെയ്യുന്നോന്ന് എനിക്കറിയത്തില്ല. കാരണം അതിനുള്ള ഒരു ആ ബോധമണ്ഡലത്തിലല്ലായിരുന്നു ഞാൻ. എന്നാൽ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പലചരക്കടയുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് എല്ലാവർക്കും ഞാൻ ഈ പുസ്തകം, പിന്നെ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ഈ ചെറിയ പുസ്തകം അവിടെ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനങ്ങ് പോവുക. അപ്പൊ അവരും എടുത്ത് വായിച്ചു. ഞാൻ വീട്ടിലോട്ട് അങ്ങ് പോയി. അമ്മ ഒരു 46ാമത്തെ ദിവസമായി. ഞാൻ അവിടെ ചെന്നു. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വീണ്ടും ഞാൻ ഷിബുവിൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഷിബുവിനോട് പറഞ്ഞു, ഷിബു നമുക്ക് ആ കുരിശുമല പോയിരിക്കും, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ്. ഷിബുവിനും അങ്ങ് സങ്കടമായി. കാരണം അവനെ ഞാൻ ഉറക്കത്തില്ല. ഷിബുവിനെയും കൂട്ടിക്കൊണ്ടാണ് ഈ കുരിശുമലയ്ക്ക് പോകുന്നത്, മന്ത്രവാദിയുടെ വീട്ടിലെല്ലാം പോകുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കിടക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഷിബു അവിടെ കിടന്നുറങ്ങി. ഞാൻ ആ കട്ടിലേൽ എങ്ങനെ അവിടെ ഇരുന്നു, ഈ തലവഴി ഇങ്ങനെ പുതപ്പ് ഇട്ടുകൊണ്ട് ഭിത്തിയെ ചാരിയിരിക്കും. ഇതാണ് എനിക്ക് ആകെ ചെയ്യുന്നത്. അങ്ങനെ 46ാമത്തെ ദിവസമായി, 47ാമത്തെ ദിവസമായി, 48ാമത്തെ ദിവസം വരെ ഞാൻ വീട്ടിൽ കയറാതെ ഇങ്ങനെ നടക്കുമ്പോൾ 48ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കയറുകയാണ്. വീട്ടിൽ ചെന്ന് കയറുന്നത് ഇപ്രകാരം തീരുമാനത്തിലാണ് കയറുന്നത്, എൻ്റെ പിതാവ് ചെയ്ത പോലെ ഇന്ന് രാത്രിക്ക് എന്തായാലും, കാരണം ഇനി താങ്ങാൻ പറ്റത്തില്ല, അത്ര വേദനയാണ് ശരീരത്ത്. ഈ വേദന ഉണ്ടാകുമ്പോൾ എൻ്റെ വയറ്റിൻ്റെ അകത്ത് ഇങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ ആ വെള്ളം അതിങ്ങനെ കാലയിലോട്ട് ഇറങ്ങും, അത് പാദത്തിലോട്ട് നീങ്ങും, ചിലപ്പോൾ അതിങ്ങനെ കൈകളിലേക്ക് ഓടി വരും, ചിലപ്പോൾ അത് തലയിലേക്ക് കയറി വരും. അന്നേരം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരം അങ്ങ് മരിച്ചു പോയാൽ മതി എന്ന് ഓർക്കും. അത്ര ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കടന്നു പോകുന്നത്. അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, 48ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ഒരു സാരിയും എടുത്ത് പിന്നെ ഒരു അയ കെട്ടിയിട്ടുണ്ട്, അയയിലിട്ടിട്ട് ഞാൻ ആ മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അമ്മ ആഹാരം എടുത്തു വെച്ചു. അനിയൻ വന്ന് ആഹാരം കഴിച്ചു. എന്നോട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കടയിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കട്ടില ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ ഒരു 10 മണി ആയപ്പോഴേ വരുന്നത്. അദ്ദേഹം ഒരു ലൈബ്രറിയും കൂടെ, അന്ന് അവിടെ സന്മാർഗ ബോധിനി ഗ്രന്ഥശാലയുടെ ലൈബ്രറിനായിട്ടിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം അന്ന് ഒരു 10 മണി 10:30 ആയപ്പോഴത്തേന് അദ്ദേഹം ഒരു പുസ്തകം കൊണ്ട് വീട്ടിൽ കയറി വന്നിട്ട് അദ്ദേഹം ആഹാരമെല്ലാം എടുത്ത് കഴിച്ചിട്ട് ഈ റൂമിൻ്റെ അകത്തിരുന്ന്, അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പുസ്തകം വായിക്കാൻ തുടങ്ങി.
അപ്പൊ ഞാനിത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം കിടന്നുറങ്ങി, അമ്മ കിടന്നുറങ്ങി, അനുജൻ കിടന്നുറങ്ങി, എൻ്റെ ജ്യേഷ്ഠൻ അപ്പുറത്തിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റൂമിലൂടെ വേണം അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട്. അപ്പൊ ഞാൻ ഈ സാരി എടുത്ത് റെഡിയാക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ജ്യേഷ്ഠൻ ഉറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇദ്ദേഹം ഉറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നേരം വെളുത്ത് 5:30 വരെ അദ്ദേഹം ആ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. 5:30 ആയപ്പോഴാണ് അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ട് തീർക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജ്യേഷ്ഠന് ഉറക്കം കൊടുത്തില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഉറങ്ങിയാലും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ ഉറക്കാതെ ജ്യേഷ്ഠൻ ആ പുസ്തകം 5:30 വരെ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നേരം വെളുത്തു. നേരം വെളുത്തപ്പോഴത്തേക്കും ഓട്ടോയും വിളിച്ച് എൻ്റെ BA സെക്കൻഡ് ഇയറിന്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയറിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിന്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാറ്. ഞാൻ അന്നേരം കോട്ടയിലും മന്ത്രവാദിയുടെ വീട്ടിലുമായിട്ട് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നടക്കുകയാണ്. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുടക്കി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ MES കോളേജിൽ ചെന്ന് എൻ്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ കണ്ടു. കൂട്ടുകാരോടെല്ലാം ഞാൻ യാത്ര പറഞ്ഞു. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഈ 49 ദിവസം രാത്രിക്ക് ഏതായാലും 48 ദിവസം ജ്യേഷ്ഠൻ ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തേക്കാന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഓട്ടോറിക്ഷ വിളിച്ച് ആ കോളേജ് ചെന്ന് യാത്രയെല്ലാം പറഞ്ഞു. അവരിനോട് എന്താടാ സാബു, നീ പരീക്ഷ എഴുതാതെ നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ഇയറിലും മാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉണ്ട്, എനിക്കൊരു അസുഖമാണ്, അത് മാറിയിട്ടേ വരുള്ളൂ, ഞാൻ ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞു മരുന്നൊക്കെ കഴിച്ചോണ്ട് വന്ന് എഴുതും, നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ, അതുകൊണ്ട് നീ നന്നായിട്ട് ജയിക്കും, എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫൈനൽ ഇയറിനെല്ലാം കൂടെ ഒന്നിച്ച് എഴുതി എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ഓട്ടോയും വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് 49ാമത്തെ ദിവസം ഞാൻ നേരത്തെ ഒരു 5 മണിയായപ്പോഴേ ഞാൻ വന്നു. ഞാൻ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ട് ഞാൻ ആഹാരം ഒന്നും കഴിക്കാതെ കടയിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഭയങ്കര നല്ല മഴയുള്ള സമയമാണ്, ജൂലൈ മാസത്തിൽ നല്ല മഴയുടെ സമയമാണ് ഇടുക്കിയിലൊക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കട്ടിലേക്ക് കയറിയിട്ട് ഈ പുതപ്പ് തലയിൽ ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. എന്നാലും എന്നെ ഇങ്ങനെ മന്ത്രവാദിനെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്, പോട്ടയ്ക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഷിബു സഹായിക്കുന്നുണ്ട്, എല്ലാ ഉപദേശങ്ങളും നൽകുന്നതിനിടയ്ക്ക് ഈ ഷിബു എന്നോട് 38ാമത്തെ ദിവസം ഒരു കാര്യം പറഞ്ഞു. സാബു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പക്ഷെ നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഏതായാലും രോഗമല്ല, നീ പറയാൻ പറഞ്ഞു. ഉടനെ ഷിബു എന്നോട് പറഞ്ഞു, ഞാൻ പറയുകയാണ്, നീ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ കൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിപ്പിച്ചാൽ മതി, നിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. ഉടനെ പെട്ടെന്ന് ഞാൻ തീയ ചവിട്ടിയ പോലെ പെട്ടെന്ന് കാല് പിന്നോട്ട് വലിച്ചിട്ട് പറഞ്ഞു, ഷിബു, അത് മാത്രം ഞാൻ ചെയ്യത്തില്ല, ബാക്കി വേറെ എന്ത് വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അന്നേരം ചോദിച്ച്, ബാക്കിയെല്ലാം നീ ചെയ്തില്ലേ? മന്ത്രവാദിയുടെ അടുത്ത് പോയി, പോട്ടെ പോയി, ഫിസിഷ്യനെ പോയി കണ്ടു, അതിനിടയ്ക്ക് വിനോദ് സണ്ണോ അങ്ങനെ പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനോ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ അടുത്ത് പോയി ഗുളിക വാങ്ങിച്ചു, ഇതെല്ലാം നീ ചെയ്തില്ലേ, പിന്നെ ഇത് മാത്രം എന്താ ചെയ്താലെന്ന്. ഞാൻ പറഞ്ഞു, അത് മാത്രം ഞാൻ ചെയ്യത്തില്ല, അതിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഇതേ ഉള്ളൂ അവസാനമായിട്ടും നിനക്ക് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഷിബു എന്ന പള്ളി പോകുന്ന ആളുമല്ല, ഷിബുവിന്റെ അമ്മ വിശ്വാസത്തിലാണ്. അത് വെച്ചാണ് ഷിബു എന്നോട് ഈ പറയുന്നത്. പക്ഷെ എനിക്ക് പെന്തക്കോസ്തുകാരെന്താണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ശക്തി ഉണ്ടോ, അവർ പ്രാർത്ഥിച്ച സൗഖ്യം പ്രാപിക്കുമോ? ഈ പെന്തക്കോസ്ത് ചേരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, ഒരു നിരീശ്വരവാദിയായിട്ട് BA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെന്തക്കോസ്തുകാരനാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡൈജസ്റ്റ് ആവത്തില്ല. ഞാൻ പറഞ്ഞു, അത് മാത്രം ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഷിബു പറഞ്ഞ്, ഇതാണ് ലാസ്റ്റ് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഇനി എന്ത് ചെയ്താലും സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 49ാമത്തെ ദിവസം രാത്രിക്ക് സാരിയും എടുത്തിട്ടിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷിബു പറഞ്ഞ കാര്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വന്നു. ഇപ്പൊ ഷിബു ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, നീ പെന്തക്കോസ്തിൽ പോകണ്ട, പാസ്റ്റർ അടുത്ത് പോകണ്ട, നീ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് നോക്കിയാൽ എന്താ കുഴപ്പം, എന്താണെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ 49ാം ദിവസം രാത്രിക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ശക്തമായിട്ടൊരു പ്രേരണ ഉണ്ടാകുകയാണ്. നീ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമെന്നൊരു പ്രേരണ, ഈ ഷിബു പറഞ്ഞ ശബ്ദം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എക്കോ അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, യേശു ക്രിസ്തു, നീ ജീവിക്കുന്ന ദൈവപുത്രനാണെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എൻ്റെ ശരീരത്തിൽ ഒരു അത്ഭുതം നീ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ പുസ്തകം ചുമന്ന് നിന്റെ വേല ചെയ്യുമെന്ന് ഞാനൊരു തീരുമാനം അങ്ങ് പറയുകയാണ്. ഞാൻ നിന്നെ പ്രസംഗിക്കുമെന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. ഇത് വിശ്വാസം കൊണ്ടൊന്നും പറഞ്ഞല്ല, ഈ അവസാനം മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കച്ചത്തിരുമെന്ന് പറഞ്ഞാൽ പിടിക്കുന്ന പോലെ പിടിച്ചാണ്, അല്ലാതെ
അവിടെ ഒരു സൗഖ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല, അറിയത്തില്ല. കാരണം അങ്ങനെ കർത്താവ് പ്രവർത്തിക്കും നമുക്കറിയത്തില്ല. നമ്മൾ അന്നും കർത്താവിനെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നു, പ്രസംഗിക്കുന്നു, അല്ല അന്നും മനസ്സിലും അത് തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ എൻ്റെ സാക്ഷ്യം എഴുതുന്നത് കൊട്ടാരക്കരയുള്ള ഒരു ബൈബിൾ കോളേജിന്റെ, കൊട്ടാരക്കരയല്ല മാവേലിക്കരയുള്ള ഒരു ബൈബിൾ കോളേജിന്റെ മാഗസിന്റെ അകത്ത് ഞാൻ എഴുതുമ്പോൾ അതിന്റെ മാഗസിനിൽ ആ സാക്ഷ്യത്തിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരുന്നത് ഇപ്രകാരമാണ്: യേശു ക്രിസ്തു യഥാർത്ഥ സഖാവ് എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി പേർ അത് എഴുതി കണ്ടിട്ട് എന്നെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് യേശു ക്രിസ്തു യഥാർത്ഥ സഖാവ്. സഖാവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രതിഫലേച്ഛ കൂടാതെ സഹായിക്കുന്നവനെന്നാണ് ഈ സഖാവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പ്രതിഫലേച്ഛ കൂടാതെ സഹായിക്കുന്നവൻ. അങ്ങനെ സഹായിക്കുന്ന ഒറ്റൊരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. ബാക്കി ആര് സഹായിച്ചാലും അവർക്കെല്ലാം ഒരു പ്രതിഫലം അവർ നിശ്ചയിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രതിഫലേച്ഛ കൂടാതെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ രാത്രി ഇരുന്നുകൊണ്ട്, കർത്താവേ, ഇന്ന് രാത്രികാലം 12 മണിക്ക് മുമ്പ് നീ എന്നെ സ്പർശിക്കുകയാണെങ്കിൽ, എന്നോട് ഇടപെടുകയാണെങ്കിൽ, ഞാൻ നിന്റെ വേല ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. ആ കട്ടിലിരുന്നിട്ട് ഞാൻ തീരുമാനം എടുക്കുകയാണ്. ഇത് പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആ കട്ടിലിരുന്നത് 8 മണി ആയപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. 9 മണിയായി, 10 മണിയായി, 11 മണിയായി, ഒന്നും നടക്കുന്നില്ല. റൂമിൻ്റെ അകത്ത് ഒരു ചലനം ഉണ്ടാകുന്നില്ല, ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ ഈ കമ്പിളി ഇങ്ങനെ തലയിൽ ഇട്ടുകൊണ്ട് വീണ്ടും കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. 11:45 ആയപ്പോൾ ഈ പുതപ്പിന്റെ അകത്ത് കറണ്ട് അടിക്കുന്ന പോലെ ഒരു ശക്തി പാസ് ചെയ്യുകയും കാതിൻ്റെ അകത്ത് ഒരു ശബ്ദമാണ്, ബൈബിൾ എടുത്ത് വായിക്കുക എന്നൊരു ശബ്ദം ഇങ്ങനെ വന്നു. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവിന്റെ പിതാവ്, ആ പുസ്തകത്തിന് ഉൽപ്പത്തി ഇല്ല, വെളിപ്പാട് പുസ്തകവും ഇല്ല, അതിൻ്റെ അകത്ത് 3/4 താളുകളില്ലാത്ത ഒരു പഴയ ബൈബിൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബൈബിളൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം, അത് ചലിക്കുന്ന വചനമാണ്. അത് അവിടെ അങ്ങനെ ഇരുന്നാലും അതിനൊരു പ്രവൃത്തി തികയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവത്തിന് ഏതെങ്കിലും പുരയ്ക്കകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരീശ്വരവാദികളോ ദൈവത്തെ അറിയാത്തവരോ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞത് പുതപ്പ് തട്ടി എറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ആ പഴയ ബൈബിൾ എടുത്ത് കട്ടിലെ കൊണ്ടുവന്നത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്കിലാണ്. തീപ്പെട്ടി കൊള്ളി ഇങ്ങനെ ഉരച്ചിട്ട് ഞാൻ ആ മണ്ണ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാം വാക്യമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ് ഒറ്റ ശബ്ദം എൻ്റെ കാതിലേക്ക് ഞാൻ അടിക്കുകയും ഞാൻ ഒരൊറ്റ കരച്ചിലാണ് ആ പെരയ്ക്കകത്ത് നിന്നത്. കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 50 ദിവസം 48 ദിവസക്കാലം എൻ്റെ ഉള്ളിൽ തികട്ടി വെച്ചിരുന്ന സകല സങ്കടങ്ങളും ഇങ്ങനെ സോഡാക്കുപ്പി പൊട്ടിക്കുന്ന പോലെ ഒരൊറ്റ ഒച്ചയ്ക്ക് വെളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഞാൻ ഈ വായിക്കകത്തോട്ട് ഇങ്ങനെ പുതപ്പ് ശക്തിയോട് അമർത്തി വെച്ചിട്ട് എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും കേൾക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തത്രപ്പെട്ട് കരയുകയാണ്. നേരം വെളുത്ത് 5 മണി വരെ ഞാൻ ആ കട്ടിലെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ സകല പാപങ്ങൾ ഞാൻ ആ കട്ടിലെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കർത്താവ് ഓർപ്പിച്ചത് മുഴുവനും ഏറ്റു പറയുകയാണ്. നേരം വെളുത്ത് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞാൻ അയൽ കിടന്ന പകുതി ഉണങ്ങിയ ഷർട്ടും പാൻറ്റും എടുത്തിട്ടിട്ട് എൻ്റെ മാതാവിനോട് പറഞ്ഞ്, ഞാൻ ഒരിടം വരെ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി ഒറ്റ ഓട്ടമാണ്. എൻ്റെ മാതാവ് അതിശയിച്ചു പോയി. രാവിലെ 6 മണിക്ക് ഈ നനഞ്ഞു കിടക്ക തുണി എടുത്തിട്ടുണ്ട്, എങ്ങോട്ടാ ഓടിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അങ്ങ് പോയി. ഓടിപ്പോയത് എങ്ങോട്ടാണെന്നറിയാമോ? ഈ ഷിബു എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു പാസ്റ്ററെ കൊണ്ട് നീ പ്രാർത്ഥിപ്പിച്ചാൽ നിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞ്. അന്ന് ഞങ്ങളുടെ പ്രകാശഗ്രാമിൽ, ആ ചെറിയ ഗ്രാമത്തില് ഒരു ചെറിയ സുവിശേഷ കുടുംബം വന്ന് പാർക്കുന്നുണ്ട്. പുത്തതയിൽ രാജു എന്ന് പറയുന്ന ഒരു കുമളിക്കാരനാകുന്ന ഒരു പാസ്റ്ററും തൻ്റെ ഭാര്യയും 2 കൊച്ചു കുഞ്ഞുങ്ങളും പ്രകാശഗ്രാമിലെ ഒരു ചെറിയ വീട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ ആരാധന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ ഓടിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ്. ഞാൻ അവിടെ ചെന്ന് ശക്തിയോടെ ഈ വാതിലിട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചു. ശക്തിയോടെ അടിച്ചപ്പോൾ ഇവർക്കും ഒരു പരിഭ്രമം ഉണ്ടായി. ആരാണ് ഈ രാവിലെ വന്ന് വാതിലിന് ശക്തിയോടെ അടിക്കുന്ന ഓർത്തുകൊണ്ട് അവർ പെട്ടെന്ന് കഥ തുറന്നപ്പം ഇങ്ങനെ ഭ്രാന്ത് പോലെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഇങ്ങനെ തകർന്നടിഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം കയ്യെ പിടിച്ച് അകത്തേക്ക് വലിച്ചിരുത്തിട്ട് എന്നോട് പറഞ്ഞു, ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്, മരിച്ചു പോകത്തില്ല എന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഒരു കസേര വലിച്ചിട്ടെന്ന് എന്നെ പിടിച്ച കസേര എടുത്തിട്ട് അദ്ദേഹനോട് ചോദിച്ചു, എന്താ സംഭവം? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വയറ് മുഴുവൻ പഴുത്തടിയിരിക്കുക, എൻ്റെ വായു ദുർഗന്ധം അടിക്കുന്നുണ്ട്, എനിക്ക് ഇതുപോലെ അസുഖം ഉണ്ടായിരുന്നു, എൻ്റെ പിതാവ് ഇങ്ങനെ മരിച്ചു പോയതാണ്, ആ അസുഖം എനിക്ക് വന്നിരിക്കുന്നു, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി, എനിക്ക് സൗഖ്യമില്ല, ഇന്നലെ രാത്രിക്ക് ഞാൻ ബൈബിൾ വായിച്ചു, അങ്ങനെ ഞാൻ ഇവിടെ വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുത്തി എന്നോട് പറഞ്ഞു. ഓരോരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, ആഹാരം കഴിച്ചോ? എൻ്റെ ശരീരം വിറയ്ക്കുന്ന കണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. 48 ദിവസത്തിനകം 2 പ്രാവശ്യം മാത്രമേ ഞാൻ ആഹാരം കഴിച്ചുള്ളൂ.
ചെറിയ രീതിയിലുള്ള ആഹാരം കഴിച്ചുള്ളൂ. ബാക്കി മുഴുവൻ സമയങ്ങളിലും ആഹാരം കഴിക്കുകയാണ്. എൻ്റെ ശരീരം അതുപോലെ അങ്ങ് മെലിഞ്ഞു പോയെന്നുള്ളതാണ്. ഒരു മുഖത്ത് കണ്ണൊക്കെ അങ്ങ് കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി, ഒരു വല്ലാത്ത രൂപത്തിലേക്ക് ഞാൻ മാറിപ്പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ മനസ്സിലായി ആഹാരം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആഹാരം കഴിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായി, അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം മാത്രമേ ആഹാരം കഴിച്ചിട്ടുള്ളൂ. ഉടനെ അദ്ദേഹം ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ആലീസെ, സഹോദരൻ ഇച്ചിരി ഭക്ഷണം എടുക്കുക, തേങ്ങാ ചമ്മന്തി അരച്ചാൽ മതി എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകാനായിട്ട് ആഹാരം ഉണ്ടാക്കുകയായിരുന്നു ഈ സഹോദരി, ഇല്ലെങ്കിൽ ഈ ആന്റി. പെട്ടെന്ന് ഈ ചൂട് ചോറും വിളമ്പി വെച്ചിട്ട് ഈ തേങ്ങാ ചമ്മന്തി എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കഴിക്കത്തില്ല പാസ്റ്ററെ, കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, അതുപോലെ വയറിന്റെ അവയവങ്ങളെല്ലാം വല്ലാതെ ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മരിച്ചു പോയാൽ ഈ മുറിക്കകത്ത് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കും, അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, ബ്രദർ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിന്റെ അകത്തൊരു ചെറിയ ധൈര്യം ഉണ്ടായിട്ട് ഞാൻ ഈ ചോറ് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് 1 മണിക്കൂറോളം എടുത്ത് ഞാൻ ആ ചോറ് വാരി കഴിക്കാനായിട്ട്. 1 മണിക്കൂർ കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ചോറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കണം. അദ്ദേഹം പറഞ്ഞു, കരയണ്ട, ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്, എല്ലാ ഭാരങ്ങളും ദൈവം എടുത്തു മാറ്റും. ഈ ആന്റിയും പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഈ ആഹാരം ഇങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം പാസ്റ്ററിന്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചു. അന്നെന്നോട് പറഞ്ഞു, വീട്ടിൽ പോകണ്ട, ഞങ്ങളുടെ കൂടെ ഒരിടം വരാൻ പറഞ്ഞു. ഞാനും പാസ്റ്ററിന്റെ ആന്റിയും കൂടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് ഞങ്ങൾ നെടുങ്കണ്ടത്തിന് പോയി. അവിടെ ഒരു ദൈവദാസനെ കണ്ടിട്ട് തിരിച്ച് വൈകുന്നേരം പാസ്റ്ററിന്റെ വീട്ടിൽ വന്നിട്ട് പാസ്റ്റർ എന്നെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് അസുഖം ഇങ്ങനെ നിൽക്കുകയാണ്, അസുഖം മാറിയൊന്നുമില്ല. ഇവിടെ വന്നു ചേർന്നു, പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. അങ്ങനെ എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മയോട് പാസ്റ്റർ അനുവാദം വാങ്ങിച്ചു. ഇന്ന് രാത്രിക്ക് സഹോദരനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വിടണം, പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എവിടെ വേണേലും കൊണ്ടുപോക്കോ, എൻ്റെ കുഞ്ഞ് മരിക്കാതിരുന്നാച്ചാൽ മതി, അവൻ്റെ അച്ഛൻ്റെ അസുഖമാണ്, അവൻ ഒത്തിരി ദിവസം ഇങ്ങനെ നടക്കുന്നു പാസ്റ്റർ എന്ന് പറഞ്ഞു. അമ്മയും കരയാൻ തുടങ്ങി. ഉടനെ പാസ്റ്റർ പറഞ്ഞ്, അമ്മയും പ്രാർത്ഥിച്ചോ, ഞങ്ങളും പ്രാർത്ഥിച്ചോളാം, സഹോദരൻ സൗഖ്യമാകുന്ന പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു 7-7:30 വീട്ടിൽ വന്ന ഉടനെ പറഞ്ഞു, ഇട്ടാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളോട് ഇടാൻ പറഞ്ഞു. ഇട്ടു. ഇവർ 4 പേര്, 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒരാള് 8-9 വയസ്സ് കാണും, 2 പേർക്കും 7-8-9 വയസ്സുള്ള പിള്ളേർ, 2 പിള്ളേരേ ഉള്ളൂ. അവർ 4 പേരും കൂടെ എനിക്ക് ചുറ്റും ഇരുന്ന് തന്നെ നടുക്കിരുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷയിൽ ആരാധിച്ച് ഇങ്ങനെ ശക്തമായി കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാം എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുകയാണ്. കാരണം നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഞാൻ പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്കിടയിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പോയിരിക്കുന്നത്. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായി. അപ്പൊ ഇവര് ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പാസ് എന്നോട് ചോദിച്ചു, സഹോദരൻ ഉറങ്ങണമെന്ന് ചോദിച്ചു. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് ഉറങ്ങാൻ വേണ്ടി നെടുങ്കണ്ടം കരുണാശുപത്രിയിലെ ആൻസം ഡോക്ടർ 1 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടി 2-3 ഉറക്കുളിയാണ് എനിക്ക് തരുന്നത്. അത്ര ശക്തമായിട്ടാണ് എന്നെ ഇത് ബാധിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞു, ഈ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ് ആ ഡോസ് കൂടിയ ആ ഉറക്കുളിക എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അത് കഴിച്ച് 2-3 ഞാൻ എടുത്ത് കഴിക്കും. അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനിത് 2-3 കഴിച്ചാൽ പോലും 1 മിനിറ്റ് പോലും ഞാൻ ഉറങ്ങത്തില്ല. ഈ 48 ദിവസത്തിൽ ഒറ്റ ദിവസം പോലും ഉറങ്ങാതിരുന്ന എന്നോട് ഈ പാസ്റ്റർ ചോദിച്ചു, സഹോദരൻ ഉറങ്ങണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറങ്ങണം പാസ്റ്റർ എന്ന് പറഞ്ഞു. ആ ആരാധനയ്ക്കിടയ്ക്ക് പാസ്റ്റർ എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആ കുഞ്ഞുങ്ങളെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കോട്ട് ഞാൻ അവിടെ അങ്ങ് വീണു. അവിടെ ഞാനങ്ങ് വീണത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ നേരം വെളുത്ത് പിറ്റേന്ന് 9 മണിയാകുമ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഞാൻ ആ പായിൽ എഴുന്നേൽക്കുന്നത്. ഞാൻ ആ പായൽ കിടന്ന് സ്വർഗത്തിന്റെ കരങ്ങളിൽ ഇങ്ങനെ സുഖകരമായിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങുകയാണ്. 49-ാമത്തെ ദിവസമാണ് ഞാൻ ഉറങ്ങുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. നീയല്ലോ യഹോവനെ നിർഭയം വസിപ്പിക്കുമാറാക്കുന്നുള്ള വചനമൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് വലിയ സന്തോഷം തോന്നും. കാരണം ഈ ലോകത്തിലെ മരുന്നുകളും മന്ത്രങ്ങളും ഒക്കെ 1 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടി, മദ്യമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്തവരോട് എനിക്കൊന്നു മാത്രമേ പറയാനായിട്ടുള്ളൂ. ഒരു മരുന്നും വേണ്ട, ഒരു മദ്യവും വേണ്ട, ഒരു മന്ത്രവും വേണ്ട. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാല്, അവനോടൊന്ന് പ്രാർത്ഥിച്ചാല് ഈ ലോകത്ത് ഏറ്റവും സുഖകരമായി ആ കരങ്ങളിൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന അപ്രകാരമാണ്. അങ്ങനെ പിറ്റേന്ന് അവരുടെ വെള്ളിയാഴ്ചയാണ്, ഉപവാസ പ്രാർത്ഥനയാണ്. പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉപവാസമുണ്ട്, സഹോദരൻ ആഹാരം കഴിച്ചു, സഹോദരന് വയ്യല്ലോ. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചു. അവിടുന്ന് ഞാൻ 2-3 ദിവസം ഈ പാസ്റ്റർ കൂടെ താമസിക്കുകയാണ്. വൈകിട്ട് വീട്ടിൽ പോകും, നേരം വെളുക്കും പാസ്റ്റർ അടുത്ത് വരും. അങ്ങനെ ആ ഞായറാഴ്ച വീണ്ടും ആരാധനയെല്ലാം കഴിഞ്ഞു, പാസ്റ്ററോട് കൂടുന്നു. പക്ഷെ എൻ്റെ അസുഖത്തിനൊന്നും ഒരു കുറവുമില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഇച്ചിരി ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്, ഒരു നോർമൽ അവസ്ഥയിലേക്കായി. പക്ഷെ എനിക്ക് അസുഖമൊന്നും മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തിങ്കളാഴ്ച ഒരു 3-4 ദിവസം കഴിച്ച് തിങ്കളാഴ്ച ആയപ്പം എന്നോട് കൂടെ MES കോളേജിൽ പഠിച്ച ജെയ്സൺ എന്ന് പറയുന്ന ഒരു പാസ്റ്ററും മധു എന്ന് പറയുന്ന ഒരു പാസ്റ്ററും 3-4-5 സഹോദരങ്ങളും കൂടി ഈ പാസ്റ്ററിന്റെ വീട്ടിൽ വന്നു. അപ്പൊ എന്നെ കണ്ട് അവിടെ നിൽക്കുന്ന കണ്ടപ്പം ഈ ജെയ്സൺ ബ്രദർ അന്ന് ഈ MES കോളേജിൽ തന്നെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തുന്നുണ്ട്.
അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പലപ്പോഴും പറയാറുണ്ട്, സഹോദര ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒന്ന് ചേർന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എൻ്റെ പൊന്നു സുഹൃത്തെ ഞാൻ വരത്തില്ല, ഞാനൊന്ന് അവിടുത്തെ SFയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തകരാണ്, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ട്, അല്ലാതല്ല വരണം, നമുക്ക് ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകണം. അപ്പൊ ഞാൻ ഈ പാസ്റ്റർ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രദറിന് ഒരു സംശയമായി, ഞാൻ എന്താണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ ബ്രദർ പഠിത്തമൊക്കെ കഴിഞ്ഞ് BA കഴിഞ്ഞ് അങ്ങ് പോയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടേക്ക് എന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്. ഉടനെ പാസ്റ്റർ പറഞ്ഞത് നമ്മുടെ പുതിയ മകനല്ലേ, ഇത് 2-3 ദിവസമായുള്ളൂ ജനിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ജെയ്സൺ ബ്രദറിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ബാബു ബ്രദറെ എൻ്റെ കൂടെ വിടും, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു യൂത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു, 2-3 ദിവസം വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാജു പാസ്റ്റർ അനുവാദത്തോടു കൂടി ജെയ്സൺ പാസ്റ്ററിന്റെ മധു പാസ്റ്ററിന്റെ ബാക്കി 2 സഹോദരങ്ങളുടെ കൂടെ അച്ചക്കട എന്ന് പറയുന്ന കമ്പമെട്ടിലേക്ക് ഇവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അച്ചക്കട ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു 10-17 യൗവനക്കാർ കൂടി ഇരുന്നു കൊണ്ട് ഭയങ്കര പ്രാർത്ഥന ആരാധനയാണ്. 3-ാം ദിവസം ഓൾ നൈറ്റ് പ്രയറുമാണ്. അപ്പൊ എന്നെയും കൂടെ കൊണ്ട് ഇതിൻ്റെ അകത്ത് കൂട്ടി. അപ്പൊ എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, എന്താ സംഭവം. അവിടെ ഒരു പ്രാർത്ഥന, ഇവിടെ കുറച്ച് യൂത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പം എല്ലായിടത്തും പ്രാർത്ഥനയാണ്. എനിക്കാണെങ്കിൽ അസുഖമായിട്ട് മാറിയിട്ടില്ല, ആഹാരം കഴിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അന്ന് വൈകിട്ട് രാത്രിക്ക് സഹോദരങ്ങളെല്ലാം കൂടെ യൂത്ത് മീറ്റിങ്ങിൽ ഭയങ്കര ശക്തമായിട്ട് ആരാധിക്കുമ്പോൾ ഞാൻ നടുക്കിങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയ്ക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ എൻ്റെ ആ ശരീരത്തിൻ്റെ അകത്ത് ഞരമ്പ് ഒന്നും പൊങ്ങി വന്നിട്ടില്ല, ഈ വയറിങ്ങനെ പഴുത്തിരിക്കുന്ന അവസ്ഥ, അങ്ങനെ എല്ലാ അവസ്ഥയും അങ്ങനെ തുടരുന്ന സമയത്താണ് ഞാൻ യൂത്ത് മീറ്റിംഗ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ ജെയ്സൺ ബ്രദർ വന്നിട്ട് എൻ്റെ തലേ കൈവച്ചിട്ട് പറഞ്ഞ്, കരമടിച്ച് ആരാധിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ബ്രദറിനോട് പറയുന്നു, രാത്രിക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് പറയുകയും എൻ്റെ കരം ഇങ്ങനെ ഞാനങ്ങ് അടിക്കാൻ തുടങ്ങി. ആരോ വലിച്ചടിപ്പിക്കുന്ന പോലെ കരം അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ആരാധിച്ച് ഒരു 1/4 മണിക്കൂർ കരമടിച്ച് ആരാധിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു കരങ്ങളിലേക്ക് ഇങ്ങനെ നോക്കാനായിട്ട് പറഞ്ഞു. നോക്കിയപ്പം എൻ്റെ ഈ ഞരമ്പുകൾ മുഴുവനും പൊങ്ങി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ആ താന്ന് പോയി കിടന്ന ഞരമ്പുകൾ മുഴുവനും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കൈയടിക്കുകയാണ്. അന്ന് രാത്രിക്ക് ആരാധന കഴിഞ്ഞു എൻ്റെ ഞരമ്പുകളെല്ലാം പൊങ്ങി വന്നു. അപ്പൊ 2-ാമത്തെ ദിവസം പകൽക്കാലം ഒന്നും നടന്നില്ല, വീണ്ടും എല്ലാവരും ആരാധിക്കുന്നുണ്ട്. അപ്പം അന്ന് രാത്രിക്ക് വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ജെയ്സൺ ബ്രദറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ബ്രദറിന്റെ വയറിനെ തൊട്ട് ദൈവം സൗഖ്യം തരും, കരമടിച്ച് ആരാധിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കരമടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വയറേൽ ആരോ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ വയറിന്റെ അകത്തൂടെ കരം കയറ്റി ഓടിക്കുന്നവരുടെ അനുഭവം ഉണ്ടാകുകയാണ്. അന്ന് രാത്രിക്കത്തെ ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വയറിന്റെ അവസ്ഥയും കർത്താവ് അങ്ങ് എടുത്തു മാറ്റി. ആ പഴുത്തിരിക്കുന്ന അവസ്ഥ ആ ദൈവം അന്ന് രാത്രിക്കത്തെ ആ യൂത്തിന്റെ മീറ്റിങ്ങിൽ കർത്താവ് അങ്ങ് എടുത്തു മാറ്റി. 3-ാമത്തെ ദിവസം ഓൾ നൈറ്റ് ആണ്. അപ്പൊ എല്ലാ ദൈവദാസന്മാരും മാത്രമുണ്ട്, 10-15 ദൈവദാസന്മാരുണ്ട്, ഈ യൂത്ത് അവിടെ ഉണ്ട്, ഞാനും അതിനിടയ്ക്കുണ്ട്. എല്ലാവരും വൈകിട്ട് ആഹാരം കഴിക്കാനായിട്ട് ആഹാരം എടുക്കാൻ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇന്ന് രാത്രിക്ക് നീ ആഹാരം കഴിക്കരുത്, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തമായിട്ട് ഇങ്ങനെ ഹേമിപ്പിക്കുകയാണ്. അപ്പൊ ഞാന് പെട്ടെന്ന് അവിടെ നിന്ന് ചാക്കോ പാസ്റ്റർ, ജെയ്സൺ പാസ്റ്ററുടെ അച്ഛനോട് ഞാൻ പറഞ്ഞു, ജെയ്സൺ ബ്രദറിന്റെ അച്ഛൻ്റെ പേര് ചാക്കോ പാസ്റ്റർ എന്നാണ്, അദ്ദേഹം നിത്യതയിലാണ്. ഞാൻ പറഞ്ഞ അച്ചായ എനിക്ക് ആഹാരം വേണ്ട, എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. അയ്യോ പറ്റത്തില്ല, കാരണം ബ്രദറിന്റെ വയറൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെ എങ്ങാനും കിടന്നു വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു ദൈവത്തിന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ ദൈവാസന്മാരും വന്ന് പറഞ്ഞു, അയ്യോ ബ്രദറെ അത് പറ്റത്തില്ല, കാരണം ബ്രദർ വീട്ടിൽ നിന്ന് ഇത്തിരി ദൂരെ നിൽക്കുകയാണ്, എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ട് ഈ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് ഒരു ദിവസം ഉപവസിക്കാന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചോറെടുക്കാൻ ചെന്നപ്പോൾ ഇതേ ശബ്ദം ഞാൻ കേൾക്കുകയാണ്, ഉപവസിച്ചു കൊള്ളുക, 50 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. ഞാൻ ചാക്കോ പാസ്റ്ററിനോട് ശക്തമായിട്ട് പറഞ്ഞു, പാസ്റ്റർ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഉപവസിക്കാനാ പറയുന്നത്, ആഹാരം കഴിക്കരുതെന്നാ പറയുന്നത് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. ചാക്കോ പാസ്റ്റർ മറ്റു ദൈവാസന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ട, അദ്ദേഹത്തിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്രകാരം പറയുന്നു തോന്നുന്നു. അപ്പൊ ബാക്കിയെല്ലാ ദൈവാസനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവാസനം ഉപവസിച്ചോ, കുഴപ്പമില്ല, ബ്രദർ ഉപവസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ എൻ്റെ സഭയിൽ ആരാധന കൂടി വീട്ടിൽ വന്ന് വൈകുന്നേരം ആഹാരം എടുത്ത് കഴിച്ചു. ഞാൻ എൻ്റെ വയറിൻ്റെ അവസ്ഥകളെല്ലാം പരിപൂർണമായിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റപ്പെട്ട ഉപവാസത്തോടു കൂടി. പക്ഷേ ഇതെടുത്ത് മാറ്റിയെങ്കിലും എൻ്റെ ശരീരത്തിൽ വിവിധ രീതിയിൽ ഈ അസുഖം ഇങ്ങനെ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിതിനിടയ്ക്ക് ഈ പാസ്റ്ററോട് എന്ന് പറയുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് പൂർണ്ണമായിട്ട് അസുഖത്തിന് എന്തെങ്കിലും, ബ്രദറെ വിശ്വസിക്കുക, ദൈവം കംപ്ലീറ്റ് സൗഖ്യം തരും, പരിപൂർണ സൗഖ്യം തരും. അങ്ങനെ 21 ദിവസം കൂടെ കഴിഞ്ഞു പോയി. 21-ാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ ഈ ദൈവദാസന്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതനായിട്ടില്ല, ഈ അസുഖം എനിക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് അങ്ങ് തോന്നുവാണ് വീണ്ടും. ഉടനെ ഞാൻ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം,
എനിക്കിങ്ങനെ അസുഖം വീണ്ടും ഉണ്ടാകുന്ന പോലെ തോന്നില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ലോ എന്ന് പറഞ്ഞപ്പം ദേവാസനോട് പറഞ്ഞു മുട്ട് കുത്തിക്കോ, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് ആ രാജു പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്ന് പറഞ്ഞ് ദൈവം ദർശനത്തിലൂടെ സൗഖ്യം തരും, ദർശനത്തിലൂടെ സംസാരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടുന്ന് ഒരു 20 മിനിറ്റ് നടന്ന എൻ്റെ വീട്ടിൽ ചെല്ലാം. ഞാൻ ഈ പാസ്റ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ നിന്ന് ആരോ കൂടത്തിന് ഒരൊറ്റ അടി അടിക്കുന്ന പോലെ എൻ്റെ ചങ്കിനൊരു അടി കിട്ടുകയും എൻ്റെ ശ്വാസം ആ വഴിയിൽ വെച്ചങ്ങ് നരച്ചു പോവുകയാണ്. ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്ത പോലെ എൻ്റെ ശരീരത്തെ ആരോ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു മർദ്ദിച്ച് എൻ്റെ ചങ്കിന് ഇങ്ങനെ അടിച്ച്, അന്ന് ആ ക്രിക്കറ്റ് ബോൾ വന്ന് അടിച്ച പോലെ തന്നെ ഒറ്റ അടിയായിരുന്നു. എൻ്റെ ശ്വാസം അങ്ങ് നിന്നുപോയി. എനിക്ക് മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല, പുറകോട്ടും തിരിയാനോ നടക്കാനോ ഒന്നും പറ്റാതെ. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടുന്ന് 10 മിനിറ്റൂടെ നടന്നാൽ എൻ്റെ വീട്ടിൽ ചെല്ലും, എൻ്റെ പ്രാണനെ എടുക്കരുത്, വീട്ടിൽ ചെല്ലാൻ വരെയുള്ള ജീവനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വഴി എന്ന് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിക്കുകയും എന്നിലേക്ക് ശ്വാസം ഇഞ്ഞ് മടങ്ങി വന്നു. എനിക്ക് പയ്യെ നടക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു 3/4 മണിക്കൂർ, 10 മിനിറ്റ് നടന്നാൽ അത്രയും ദൂരമുള്ള എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന്, പക്ഷെ അവിടുന്ന് ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ നടന്ന് പയ്യെ നടന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ കട്ടിലേലോട്ട് കയറി കമന്നങ്ങ് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ആ കട്ടിലേക്ക് കയറി കമന്ന് കിടന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, ഇല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് അന്നേരം ഒരു ഗസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹം ഒരു പെയിന്റിങ്ങിന്റെ ഈ കളക്ഷൻ എടുക്കാനായിട്ട് വരുന്നതാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹം. അദ്ദേഹവും വന്നിട്ട് എന്ത് ചെയ്തു, ചോറുണ്ടിട്ട് അദ്ദേഹം വന്ന് ഈ കട്ടിലേക്ക് കയറി എൻ്റെ കൂടെ കിടക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം കിടക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സഹോദര, കൗന്നോടത്തിന് പറഞ്ഞു, സഹോദര ഇവിടെ കിടക്കരുത്, എനിക്ക് തിരിയാനും അറിയാനും ഒന്നും വയ്യ, എനിക്ക് ചങ്കിന് വേദന, അപ്പുറത്തെ കട്ടിലേക്ക് കിടന്നോളാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം തൊട്ടടുത്ത കട്ടിലേക്ക് കയറി അദ്ദേഹം അങ്ങനെ കിടക്കുകയും ചെയ്തു. ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാന്നല്ല, പിറുപിറുക്കാന്ന് പറയാം, കാരണം അത്ര വേദനയാണ്. കർത്താവ് എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നിൽ എന്നെ ഇന്ന് രാത്രിക്ക് എന്നെ എടുത്തുകൊള്ളുക, ഇല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണം. നീ എടുത്താലും കുഴപ്പമില്ല, കാരണം ഞാൻ കർത്താവിനെ സ്വീകരിച്ചല്ലോ, ഇനി മരിച്ചാലും സ്വർഗത്തിൽ പൊക്കോളുമല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മരിക്കാൻ പൂർണ്ണമായിട്ട് താല്പര്യമില്ലതാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ഒരു 10, 11, 12, 1, 1:30 വരെ ഞാനിങ്ങനെ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞാനൊരു അൺകോൺഷ്യസ് ആയിട്ട് ഒരു അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ മറിഞ്ഞു പോവുകയും ഞാൻ വേറൊരു ലോകത്തായി പോകുന്ന പോലെ അങ്ങ് തോന്നുകയാണ്. ഞാനങ്ങനെ കമന്ന് തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ റൂമിൻ്റെ ഈ കോണിൽ ഒരൊറ്റ വെട്ടം അങ്ങ് അടിച്ചിട്ട് ആ വെട്ടത്തിൻ്റെ അകത്തുനിന്ന് ഒരു ഭയങ്കരമാകുന്ന വെള്ള വസ്ത്രം, തേജോമയനാകുന്ന ഒരു വ്യക്തി ഇങ്ങനെ നടന്ന് ഇറങ്ങി ഞാൻ നിൽക്കുന്ന കട്ടിലിന്റെ ആ മൂലയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കട്ടിലിന്റെ മൂലയ്ക്ക് ഇറങ്ങുന്നത്. അപ്പം ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കട്ടിലിന്റെ അവിടെ വന്നിട്ട് കമന്ന് കിടന്ന് എന്നെ അടിയിലൂടെ ഇങ്ങനെ കൈ കയറ്റിയിട്ട് എടുത്ത് ഇങ്ങനെ ഈ മറിച്ചിങ്ങനെ നേരെ അങ്ങ് കിടത്തി, മലർത്തി അങ്ങ് കിടത്തിയിട്ട് ആ കട്ടിലെ കയറി എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ എൻ്റെ പ്രാണനെ എടുക്കണം കർത്താവേ, ഇല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണം, എത്ര നാളാണ് ഞാൻ സഹിക്കുന്നത്. ആ വന്നിരുന്ന വ്യക്തി കരം നീട്ടി എൻ്റെ ചങ്കിനൊന്ന് തൊടുകയും തൊട്ടപ്പുറത്തെ കട്ടിലിൽ കിടന്ന എൻ്റെ അച്ഛൻ്റെ അനുജൻ ഒരൊറ്റ നിലവിളിയാണ്, എൻ്റെ ചങ്കെ തൊട്ടത് അദ്ദേഹം ഒരൊറ്റ നിലവിളിയാണ്. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ് ഇദ്ദേഹത്തെ ടച്ച് ചെയ്ത് ഇറങ്ങിപ്പോയി, എന്നെ അത് അറിയിക്കാൻ വേണ്ടിയാണിത്. അദ്ദേഹം നിലവിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ആകെപ്പാടെ ചുറ്റോട്ട് നോക്കി. ഞാനിങ്ങനെ വിയർത്ത് കുളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ കുലുക്കി നോക്കി, എൻ്റെ തലയെല്ലാം കുലുക്കി നോക്കിയപ്പം എൻ്റെ ശരീരത്തു നിന്ന് ആ വേദന എല്ലാം അങ്ങ് എടുത്തു മാറ്റി ഞാൻ പരിപൂർണമായിട്ടും അങ്ങ് സൗഖ്യം പ്രാപിച്ചെന്ന്. ഇപ്പൊ 25ാമത്തെ വർഷമാണ് ഞാൻ ദൈവസ്ഥനിൽ നിൽക്കുന്നത്. ഒരു പ്രാവശ്യം പോലും അതിനുശേഷം ആ ആത്മാവ് എൻ്റെ പുരയ്ക്കകത്തോ എൻ്റെ ശരീരത്തിലോ ഞങ്ങളുടെ ഏരിയയിൽ പോലും വരാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. അന്ന് ആ രാത്രികാലം ഇറങ്ങി എൻ്റെ കട്ടിലിന്റെ അരികിൽ വന്ന് ആ കരം കൊണ്ട് എന്നെ മറിച്ചിട്ട് എന്നെ തൊട്ട് സൗഖ്യമാക്കിയത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാണെന്ന് പൂർണ്ണമായിട്ട് ഞാനൊന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഞാൻ പിറ്റേന്ന് പാസ്റ്റർ അടുത്ത് ഓടിച്ചെന്ന് സാക്ഷ്യമെല്ലാം പറഞ്ഞു. പാസ്റ്റർ വലിയ സന്തോഷമായി. പാസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവിഷം പ്രാപിക്കണം, സ്നാനപ്പെടണം. അതിനെക്കുറിച്ചൊക്കെ അന്നേരം എനിക്ക് മനസ്സിലാകുന്നത്, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിഷം പ്രാപിക്കണം എന്നൊക്കെ നമുക്കറിയത്തില്ല സംഭവം എന്താണെന്നുള്ളത്. ഉടനെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ അതെങ്ങനെയാണ്? ഇത് പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാഭിഷേകം ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ മാസം ഒരു 16-ാം തീയതി പാസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ദൈവദാസൻ ദൂരെ നിന്ന് കൈ നീട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് ആളുകളുടെ എല്ലാ ഇടയിൽ ഞാനിങ്ങനെ വീണ് ഭയങ്കരമാകട്ടെ അഭിഷേകത്തിൽ അങ്ങ് നിറയുകയാണ്. അതേ വർഷം 2000 ഒക്ടോബർ മാസം 16-ാം തീയതി
ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അതേ വർഷം തന്നെ ഡിസംബർ മാസത്തില് ഞാൻ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ ജലത്തില് സാക്ഷീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ഒരു കർത്താവിന്റെ മകനായിട്ട് ഞാൻ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയായി രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പം ഈ പരീക്ഷ എഴുതാത്തിരുന്നത് കൊണ്ട് ഒന്നാമത്തെ വർഷത്തെ കൂട്ടി എഴുതണം, പിന്നെ ഫൈനൽ ഇയറിന് എഴുതുമ്പോഴത്തേക്കും. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പരീക്ഷ എഴുതായിരുന്നുണ്ട് ഒന്നാമത് എഴുതിയ പുസ്തകവും രണ്ടാം വർഷത്തെ പരീക്ഷയും ഫൈനൽ ഇയറിന്റെ പുസ്തകം കൂടെ കൂട്ടി എഴുതി വേണം ജയിക്കാനായിട്ട്. അപ്പൊ ഇതൊരു ഭയങ്കര ഹെർക്കുലിയൻ ടാസ്ക് ആണ്, ഇത്ര പുസ്തകം എഴുതി ജയിക്കുക. അപ്പം ഫൈനൽ ഇയറിന്റെ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു, സഹോദര, ഇത്ര പുസ്തകം എഴുതി ആരും ജയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നീ അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, കുറച്ച് സബ്ജക്റ്റുകൾ മാത്രം നീ എഴുതിയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ജയിക്കാൻ പറഞ്ഞു. BA ഇല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഇയറിന്റെ എഴുതണം, സെക്കൻഡ് ഇയറിന്റെ എഴുതണം, ഫൈനൽ ഇയറിന്റെ എഴുതണം. അങ്ങനെ ഇതിനിടയ്ക്ക് കുറച്ച് പുസ്തകങ്ങൾ മാറിപ്പോയായിരുന്നു. അപ്പോൾ ഇതെല്ലാം എഴുതി എങ്ങനെ ജയിക്കും എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിന്നെ പാസ്റ്ററും പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ബ്രദറെ, കുറച്ച് എഴുതി ജയിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉപവസിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പം ഞാനൊരു മലയുടെ മുകളിൽ പോയിരുന്നു, ഇങ്ങനെ ഉപവസിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഒരു പുസ്തകം പോലും വിടരുത്, മുഴുവൻ പുസ്തകം എഴുതണം, ഞാൻ ജയിപ്പിക്കും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ മുഴുവൻ പുസ്തകവും ഇങ്ങനെ രാത്രി 7 മണിക്ക് ഒരു പുസ്തകം എടുത്തുകൊണ്ട് പഠിക്കാതിരിക്കും, നേരം വെളുത്ത് 7 മണി വരെ. കാല് 2 ബക്കറ്റിന്റെ അകത്ത് വെള്ളത്തിന്റെ അകത്ത് ഇട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആ പുസ്തകം എടുത്ത് പഠിക്കും. 200 പേജൊക്കെ ഉള്ള പുസ്തകങ്ങളാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈ പുസ്തകത്തിലെ എല്ലാ പേജുകളും ഞാൻ വായിച്ചു തീർക്കും. അങ്ങനെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. പരീക്ഷ വന്നു. ഞാൻ പോയി BAയുടെ പരീക്ഷ, ഫസ്റ്റ് ഇയറിന്റെ പുസ്തകം എഴുതി, സെക്കൻഡിന്റെ എഴുതി, ഫൈനൽ ഇയറിന്റെ പുസ്തകം എഴുതി. റിസൾട്ട് വന്നപ്പോൾ എല്ലാ ദിവസവും കോളേജിൽ പോയിക്കൊണ്ടിരുന്ന 5 പെൺകുട്ടികൾ തോറ്റുപോയി. ഞാൻ സെക്കൻഡ് ക്ലാസ് മാർക്ക് വാങ്ങിച്ച് BA പാസ്സായി വരാൻ എൻ്റെ സ്വർഗം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ആരെങ്കിലും പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ നിങ്ങളൊന്നും ഭാരപ്പെടണ്ട. ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം താനിറങ്ങി വന്ന് ബുദ്ധിമുട്ടിടത്ത് തുറക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പഠിക്കാൻ ഏതെങ്കിലും കോഴ്സുകൾ, MBBS ആകട്ടെ, അതുപോലെ തന്നെ ഏത് ഹാർഡായ സബ്ജക്റ്റുകളാവട്ടെ, നിങ്ങളൊന്നും ഭാരപ്പെടണ്ട. നമ്മളെ പഠിപ്പിക്കുന്ന, ബുദ്ധി പ്രദാനം ചെയ്യുന്ന ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുള്ളതാണ്. നമുക്ക് ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ടീച്ചറും നമ്മളെ അങ്ങനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. ആരും നമ്മളോട് ഇങ്ങനെ പഠിക്കാൻ പറയത്തുമില്ല. അങ്ങനെ പഠിക്കാൻ പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ പരിശുദ്ധാത്മ മാത്രമേ പറയുള്ളൂ. നീ പഠിച്ചോ, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, പരിശുദ്ധ ആത്മാവാണ്. അങ്ങനെ ഞാൻ BA പഠിച്ചു, പാസ്സായി. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗവൺമെന്റ് സ്കൂളിൽ എനിക്കൊരു ചെറിയ ഒരു ജോലി ലഭിക്കുകയാണ്. അവിടെ ടെമ്പററി ആയിട്ടാണ് ലഭിക്കുന്നത്. ലോക്കൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ പൊസിഷൻ ഉണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ. അങ്ങനെ ആ സ്കൂളിൽ തന്നെ ഞാൻ 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ 3.5 വർഷക്കാലം ടീച്ചറായിട്ട്, അതാ ദൈവം നമ്മളെ മാനിക്കുന്നതാണ്. നമ്മളൊരു നാട്ടിൽ കർത്താവിനെ നമ്മൾ പിൻപറ്റാൻ ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം അവൻ മാനിച്ചിരിക്കും നമ്മളെ. അത് ദൈവം നമ്മളോട് പറയുന്ന ഒരു നീതിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ എന്ത് ചെയ്യും, ദൈവം മാനിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടില്ല, എൻ്റെ അനുജൻ രക്ഷിക്കപ്പെട്ടില്ല, എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ വിശ്വാസി വന്ന്, ദൈവം എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആരോടും ഞാൻ സുവിശേഷം പറയത്തില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ 5 വർഷക്കാലം എല്ലാ മാസവും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടാണ്. 5 വർഷം എല്ലാ മാസവും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും, എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി, എൻ്റെ അമ്മ സഹോദരൻ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ 5 വർഷക്കാലവും ഞാൻ മുടങ്ങാതെ എല്ലാ മാസവും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആദ്യം വിശ്വാസത്തിൽ വരികയാണ്. അമ്മ ഒരിക്കലും വിശ്വാസത്തിൽ വരികയില്ലെന്ന് നഖശിഖാന്തം എന്നെ എതിർത്ത അമ്മയാണ്. അമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ പെന്തക്കോസ്തി വരത്തില്ല, ഞാൻ ആ കത്തോലിക്ക പള്ളി തന്നെ പോകുള്ളൂ അമ്മേനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കോടാലിക്ക് വെട്ടിക്കീറുന്ന പോലെയാണ്. കോടാലിക്ക് വെട്ടിക്കീറുന്ന പോലെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഈ മഴ കൊണ്ട് വെട്ടുന്ന പോലെ കീറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചോര ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കും. അത് കാലിൻ്റെ വെള്ളയെ, ഈ കാല്, കൈയുടെ പൊത്ത എല്ലാം ഇങ്ങനെ. അതൊരു വേനൽക്കാലത്തുണ്ടാകും. ഒരു 3-4 മാസം ഈ ശരീരത്ത് ഈ അവസ്ഥ നിലനിന്നിട്ട് ഈ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അമ്മയ്ക്ക് പിന്നെ തുണി കഴുകാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, സോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിരന്തരമായിട്ട് അമ്മ എന്തുണ്ട്,
അമ്മയ്ക്ക് ഈ അസ്വസ്ഥതയാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഈ ആത്മഹത്യയുടെ ഒരു സ്പിരിറ്റ് ആണ് ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന, ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഞങ്ങളുടെ ഒന്ന് ദേശം പ്രകാശികരം, പിന്നെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു ദേശമാണ്. ഞങ്ങളുടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അപ്പൊ അവിടെ ഒത്തിരി 10-15 പേർ ആത്മഹത്യ ദേശത്താണ്. എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യുമായിരുന്നു, തൂങ്ങി മരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആത്മഹത്യ, എൻ്റെ ജ്യേഷ്ഠൻ ആത്മഹത്യ, എൻ്റെ അമ്മ ആത്മഹത്യ, ഇവരെല്ലാം ആത്മഹത്യയുടെ സ്പിരിറ്റാണ്. അമ്മ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്, ഈ അസുഖം മാറാതിരിക്കുകയാണ്. അപ്പൊ ഞാന് ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് ആലപ്പുഴയിലാണ്. അപ്പൊ എൻ്റെ അമ്മയുടെ സാക്ഷ്യമാണ് ഞാൻ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പം അവരെ കാണാനായിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് കട്ടപ്പന എന്ന് ബസ് കയറി മുണ്ടക്കയത്ത് ഞാൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ബസ് വെച്ചനോട് സംസാരിച്ചു, മുണ്ടക്കയത്ത് നിന്ന് നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകണം, നീ ആലപ്പുഴയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആകെ ഒരു വർഷങ്ങൾ കൂടി എൻ്റെ കുഞ്ഞുമ്മയുടെ അടുത്ത് പോവുകയാണ്, അച്ഛൻ്റെ പെങ്ങളുടെ അടുത്ത് പോവുകയാണ്. അപ്പൊ അവരും എന്നെ വിളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഈ മുണ്ടക്കയത്ത് വരികയും ദൈവത്തിന്റെ ആത്മ ബലമായിട്ട് എന്നെ ബസ് എന്ന് പിടിച്ചിറക്കുകയാണ്. ബലമായിട്ട് എന്നെ ബസ് എന്ന് പിടിച്ചിറക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇടുക്കിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, തിരിച്ചു തന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് ആരും ഫോഴ്സ് ചെയ്യാണ്. അത് എന്താണെന്നും എനിക്കറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പൊ ഞാൻ തിരിച്ചെന്ത് ചെയ്തു, ദൈവമേ ഞാൻ ആലപ്പുഴയ്ക്ക് പോകാൻ വന്നാണ്, എല്ലാ ഡ്രസ്സും ഒക്കെ കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ ഇറങ്ങി ഞാൻ തിരിച്ച് ഇടുക്കിക്ക് വീണ്ടും ഞാൻ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ ചോദിച്ചു, നീ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട് എന്താ തിരിച്ചു വന്നത്? ഉടനെ ഞാൻ പറഞ്ഞു, എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ഉടനെ എന്നോട് അമ്മ പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് ഷാജി പാസ്റ്ററും സാജൻ പാസ്റ്ററും ഇവിടെ വന്നായിരുന്നു, നീ ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് അവരുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അയ്യോ അവരെ വിടാൻ പാടില്ലല്ലോ, അവരെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പെട്ടെന്ന് ഓടി ഞാൻ പോകുമ്പോഴത്തേക്കും അവർ വേറെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോ അവര് ദൈവത്തിന്റെ ആത്മാവ്, അവര് രണ്ടുപേരും അളിയനും അളിയനുമാണ്, ഷാജിയും സാജനും. ഇവർ രണ്ടുപേരും ഉച്ചയ്ക്ക് പശുവിന് പുല്ല് എത്താനായിട്ട് ഒരു മേട്ടിൽ നിൽക്കുമ്പോൾ, ആ പശുവിന് പുല്ല് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു സാബു പാസ്റ്ററിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു, സാബു ബ്രദറിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഈ സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് മുണ്ടക്കയത്ത് വെച്ച് എന്നോട് ഇടപെടുന്നത്, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വിശ്വസ്തതയും അവന്റെ കണ്ണും ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നോട് മുണ്ടക്കയത്ത് വെച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളോട് പുല്ലിയത്ത് നിർത്തിയിട്ട് എളുപ്പം ഒരുങ്ങി എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവര് എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല, ഞാൻ ആലപ്പുഴയ്ക്ക് പോയിരിക്കുന്ന അറിഞ്ഞു. അപ്പൊ അവരെന്നെ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ആലപ്പുഴയ്ക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, മുണ്ടക്കയത്ത് ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാനോട് പറഞ്ഞു തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പുല്ല് എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാഹുബ്രദറിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവരെ ഞാൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ അവിടെ ഉണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു ചായ ഇടാൻ പറഞ്ഞു. ചായ ഇട്ട് അമ്മ അവർക്ക് കൊടുത്തു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അവിടെ നിന്നിട്ട് അമ്മയോട് വരാൻ പറഞ്ഞു. അമ്മയെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് ശക്തമായിട്ട് അമ്മയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. ഷാജി എന്ന് പറയുന്ന പാസ്റ്റർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഷാജി പാസ്റ്ററും സാജൻ പാസ്റ്ററും കൂടെ അവരങ്ങ് വീട്ടിലോട്ട് പോയി. ഞാനും അവരെ സിറ്റി വരെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഷാജി പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണും ദൈവത്തിന്റെ ആത്മാവ് വലിച്ചു തുറന്നു, എൻ്റെ കാതും ദൈവത്തിന്റെ ആത്മാവ് വലിച്ചു തുറന്നു. ഞാൻ വരുന്ന ഞായറാഴ്ച മുതൽ ഞാൻ നിന്റെ കൂടെ പെന്തക്കോസ്ത് പള്ളിയിലെ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷാജി പാസ്റ്ററോട് വിവരം ചെന്ന് പിറ്റേന്ന് പറഞ്ഞപ്പോൾ ഷാജി പാസ്റ്റർ പറഞ്ഞു, അത് അമ്മയ്ക്ക് മുകളിൽ ഒരു പൈശാചിക ബന്ധനമുണ്ട്, അതുകൊണ്ടാണ് അമ്മയുടെ രോഗം അങ്ങനെ കിടക്കുന്നത്. ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ അറേഞ്ച് ചെയ്തു, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടോണ്ട് ഞാൻ 3 ദിവസം ഉപവസിച്ചു. 3-ാമത്തെ ദിവസം വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥനയും വെച്ചിട്ട് സാജൻ പാസ്റ്ററോടും ഷാജി പാസ്റ്ററോടും വീട്ടിൽ വരാൻ പറഞ്ഞു. അന്നൊരു 16-ാം തീയതിയാണ്. ഞാൻ 3 ദിവസത്തെ ഉപവാസമാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. 3-ാം ദിവസം ഞങ്ങൾ എല്ലാവരും ഉപവാസമാണ്. കറക്റ്റ് 16-ാം തീയതി ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു. പ്രാർത്ഥന നടക്കത്തില്ല. അവര് 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ദൂരെ നിന്ന് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ തലേന്ന് അവരോട് വിളിച്ചു പറഞ്ഞു, ഇന്ന ദിവസം ഭാരത് ബന്ദ് ആണല്ലോ, എങ്ങനെ വരാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, 15 കിലോമീറ്റർ അല്ല 20 കിലോമീറ്റർ ആണ്, ഞങ്ങൾ നടന്ന് അവിടെ വന്നിരിക്കുക, പ്രാർത്ഥന നടന്നിരിക്കും, അമ്മയുടെ ബന്ധനം അഴിഞ്ഞു മാറുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ഭാരത് ബന്ദ് ആയിട്ട് പോലും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് 16-ാം തീയതി ഈ താന്നിമൂട്ടിൽ നിന്ന് നടന്ന് പ്രകാശഗ്രാമം എന്ന് പറയുന്ന ആ മലമേട്ടിൽ അവര് കുഞ്ഞുങ്ങളും ഭാര്യയായിട്ടെല്ലാം വന്നു. ഞങ്ങൾ ആ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്.
ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഞങ്ങളുടെ അയൽവക്കാരെല്ലാം വന്നിരിപ്പുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എല്ലാ കാര്യം നടക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷാജി പാസ്റ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ശരീരത്തുനിന്ന് ഭൂതം പുറത്തേക്ക് വന്നു. ഭൂതമിളകി. എൻ്റെ അമ്മ, ഒരു ക്ഷയരോഗം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ ആകെ 38 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്ഷയരോഗം കാരണവും അതുപോലെ തന്നെ മാനസിക സംഘം 38 കിലോ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മ ഈ പിശാചിന്റെ ആക്രമണം കൊണ്ട്. ഒരു വികലാംഗിയായ സ്ത്രീ 38 കിലോ ഉള്ള അസ്ഥിബന്ധനം പോലെയുള്ള ആ സ്ത്രീ 90 കിലോ ഉള്ള ഷാജി പാസ്റ്റ് പിടിച്ചിട്ട് നിൽക്കത്തില്ല. അത്ര ബലമായിരുന്നു ആ അമ്മയ്ക്ക് ഈ പൈശാചിക ശക്തിയുടെ. അങ്ങനെ ഈ ഷാജി പാസ്റ്റ് ഈ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം അമ്മ ഇങ്ങനെ അടിക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ആ ഷാജി പാസ്റ്റ് അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ ഭൂതം അലറി ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുകയാണ്. അങ്ങനെ പ്രാർത്ഥന ഉച്ചയായപ്പോൾ നിർത്തി ആഹാരം എല്ലാം കഴിച്ചിട്ട് അവർ വീട്ടിൽ പോയി. പിറ്റേന്ന് നേരം വെളുത്ത് ഞാനൊരു വലിയ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത്. ഭയങ്കര കരച്ചിലാണ്. കട്ടിലിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് അമ്മ ഇങ്ങനെ ഉച്ചത്ത് നിലവിളിച്ച് കരയുകയാണ് ചെയ്യുന്നത്. കർത്താവേ നന്ദി എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, കർത്താവ് എന്നെ തൊട്ടു മകനെ, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞു, നേരം വെളുത്ത് രാവിലെ 4:30 ആയപ്പോഴത്തേക്കും എൻ്റെ അരികിൽ ഇറങ്ങി വന്ന പോലെ കർത്താവ് അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട്, എൻ്റെ അമ്മ എല്ലാവരും വിളിക്കുന്ന കുട്ടിയമ്മ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു പേരുണ്ട് അന്നമ്മ, അത് പള്ളിയിലിട്ട പേരാണ്. പക്ഷെ എൻ്റെ അമ്മ എല്ലാവരും നാട്ടുകാർ ഞങ്ങൾ വിളിക്കുന്ന കുട്ടിയമ്മ എന്നാണ് വിളിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ വിളിക്കുന്ന കുട്ടിയമ്മ എന്നാണ്. പക്ഷെ എൻ്റെ അമ്മ ആരും വിളിക്കത്തില്ലാത്ത പേര് അന്നമ്മയെന്ന്. 4 മണിയായപ്പോൾ ആ മുറിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് അമ്മ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞ് അന്നമ്മയെ എഴുന്നേക്കാൻ പറഞ്ഞു. അന്നമ്മ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ അമ്മ കിടപ്പിക്കിടന്ന് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല കർത്താവ് എന്ന് പറഞ്ഞു. നിനക്ക് സൗഖ്യം കിട്ടിയതിനായി സ്തോത്രമെന്ന് മാത്രം പറയാൻ പറഞ്ഞു. എന്നാൽ അമ്മ പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടിയില്ലല്ലോ. ഉടനെ പറഞ്ഞു, നീ കണ്ണു തുറന്ന് നിന്റെ കയ്യിലോട്ട് നോക്കാൻ പറഞ്ഞു. ആ 3.5 വർഷക്കാലമായി അങ്ങനെ ആ പൊട്ടി ഒഴുകി ചോര ഒഴുകിക്കൊണ്ടിരുന്ന കരം അന്ന് രാവിലെ പരിപൂർണമായിട്ടും കരിഞ്ഞു എന്നുള്ളതാണ്. ഒരു ശക്കിലം പോലും ആ പൊട്ടലില്ലാതെ ചോരൊലിക്കാതെ പൂർണ്ണമായിട്ടും ആ കൈ രണ്ടും കാലെല്ലാം സൗഖ്യമായി അന്നത്തെ ആ സ്പർശനത്തോടു കൂടി. അങ്ങനെ അമ്മ രക്ഷിക്കപ്പെട്ടു, സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഞാൻ 5 വർഷം പിന്നെ ഉപവാസമെല്ലാം ഇങ്ങനെ നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കർത്താവാകുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ ഭവനത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്നു. ഞാൻ ആ നാട്ടിൽ മുഴുവനും ഈ ഷാജി പാസ്റ്ററും സാജൻ പാസ്റ്ററും ഞാനും കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ വീടുകളിലും എല്ലാ ദിവസങ്ങളിലും സുവിശേഷ പ്രവർത്തനം തുടങ്ങി. ആ നാട് മുഴുവനും ഞങ്ങൾ ട്രാക്ട് കൊടുത്ത് എല്ലാ വീട്ടിലും കയറി സുവിശേഷം പറയാൻ ഞങ്ങളുടെ തീരുമാനം പോലെ. എൻ്റെ ടീച്ചിങ്ങിന്റെ ആ 4 മണി കഴിയുമ്പോഴത്തേക്ക് ഇവർ വരും. എനിക്ക് അവധിയുള്ള ദിവസങ്ങളെല്ലാം നാട് മുഴുവനും കർത്താവിന്റെ ആ സുവിശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നത്, ഈ തേക്കാമ്പ് സ്കൂളിലെ ജോലി കളഞ്ഞിട്ട് നീ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷത്തിന് പോകണമെന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അത് ഞാൻ പാസ്റ്ററോടെ എന്ന് പറഞ്ഞത്, ഇങ്ങനെ ശബ്ദം കേൾക്കുന്നില്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞു. അയ്യോ പാസ്റ്റർ, ഇപ്പൊ ഈ ചെറുപ്രായത്തൊന്നും നോർത്തിൽ പോകണ്ട, അത് ഞാൻ വളരെ കുഞ്ഞൊരു മനുഷ്യനാണ്. അപ്പം ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ബ്രദറിന് ബൈബിൾ കോളേജ് പഠിത്തമൊന്നും ഇല്ലല്ലോ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലോ, നോർത്തിലോട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ, പ്രാർത്ഥിക്ക് നമുക്ക് സമയം പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സാജൻ സാറിനോടും പാസ്റ്ററോടും ഷാജി പാസ്റ്ററോടും ഒക്കെ പറഞ്ഞു, അവരും പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്ക് പോകാന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിനുള്ളിൽ വലിയ ഒരു ഭാരം കർത്താവ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞു, നീ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം, ഈ സ്കൂളിലെ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിലെ പ്രവർത്തനം ഞാൻ നിർത്തിയിട്ട് ഞാനിങ്ങനെ സ്കൂളിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് നോർത്തിൽ പോയി ശുശ്രൂഷിക്കണമെന്ന്. പക്ഷെ എൻ്റെ ഒരു ഭാരം, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിത്തമില്ല, ഞാൻ BA കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കെയർ ഓഫിലാണ് ഈ സ്കൂളിലെ ചെറിയ പണി കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ഈ കാലുകൊണ്ട് ഇങ്ങനെ ഈ വഴി കിടക്കുന്ന അച്ചിങ്ങ ഇങ്ങനെ തട്ടി ഇങ്ങനെ നടന്നു പോകണം. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തട്ടി പോകുമ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ പറന്നു വന്ന് എൻ്റെ കയ്യെ വന്നിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ ആ പേപ്പർ എഴുതിയിരിക്കുകയാണ്, ബൈബിൾ കോളേജിൽ പഠിക്കാത്തവർക്കും നോർത്ത് ഇന്ത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അവസരം ഒരുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഘടന എറണാകുളത്ത്. ഞാൻ വേഗത്തിൽ STD ബൂത്തിൽ ചെന്നിട്ട് പൈസ ഇട്ട് അവരെ വിളിച്ച് അവരോട് ചോദിച്ചു, എന്താ പ്രവർത്തനം? ഞാൻ പറഞ്ഞ ഒരു ചെറിയ സ്കൂളിൽ ഇങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, യഥാർത്ഥത്തിൽ വിളിയുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ സാക്ഷി പിന്നതാണ്. അവിടെ പറഞ്ഞു, എളുപ്പം കയറി വരാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ചെന്നിട്ട് ആ സംഘടന എന്നെ 2003 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ ബിലാസ്പൂരിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വരികയാണ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും എൻ്റെ അമ്മയുടെ ഒരു സൈഡ് അങ്ങ് തളർന്നുപോയി, പാരലൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അമ്മ ഒരു വടിയും പിടിച്ചോണ്ട് ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. എൻ്റെ ദൈവദാസൻ പറഞ്ഞു, എല്ലാവരും നാട്ടുകാർ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇപ്പൊ പോകരുത്, കാരണം അമ്മ എങ്ങനെ ഇരിക്കുമല്ലേ, എങ്ങനെ പോകാൻ പറ്റും?
എങ്ങനെ നോർത്ത്? ഞാനും ആകെ സങ്കടത്തിൽ, എനിക്ക് നോർത്തിൽ പോകാനുള്ള ടിക്കറ്റ് വരെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ദൈവദാസനോട് എന്ന് പറഞ്ഞു, ദേവദാസൻ പറഞ്ഞു ഒരു 3 മാസത്തിന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ബാച്ച് പോകുന്നു, കൂടെ പോകാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് 3 ദിവസം വീണ്ടും ഉപവസിച്ചു, എല്ലാ കാര്യത്തിലും ഉപവസിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്കണം. ആ ചോദ്യം തന്നെ കർത്താവ് പറയുകയാണ്, നീ പിന്നെ അമ്മ എന്നെ സ്നേഹിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കാൻ പറയും. ഞാൻ അമ്മയോട് എടുത്ത് ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ സ്നേഹിക്കുന്നു അതോ യേശുവിനാണോ സ്നേഹിക്കുന്നത് ചോദിച്ചു. അതുകൊണ്ട് അമ്മ എന്നോട് ഞാൻ യേശുവിനാ സ്നേഹിക്കുന്നു പറഞ്ഞു. എന്നാൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു, നോർത്ത് ഇന്ത്യക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഒരു സങ്കടത്തോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇനി എന്നാ മടങ്ങി വരുന്നത്? ഞാൻ പറഞ്ഞു, അത് കർത്താവ് പറയുമ്പോഴേ ഞാൻ മടങ്ങി വരത്തുള്ളൂ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ എല്ലാം തയ്യാറാക്കി. അമ്മ അങ്ങനെ ആ ഒരു സൈഡ് ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്ന, നടക്കാൻ കഴിയാതെ ഒരു പാരലൈസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനൊരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോർത്തിലേക്ക് വണ്ടി കയറി പോവുകയാണ്. ഞാൻ 2003 ഡിസംബർ 31 രാത്രിക്ക് ബിലാസ്പൂരിൽ കാലുകുത്തി. പിറ്റേ നേരം വെളുത്തപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് STD ബൂത്തിൽ പൈസ ഇട്ടിട്ട് ഞാൻ എൻ്റെ വീടിന് അടുക്കലുള്ള വീട്ടിലേക്ക്, അതായത് ഈ ഷാജി പാസ്റ്ററുടെ വീട്ടിലേക്ക് ഞാൻ ഫോൺ വിളിച്ച് അവരോട് ചോദിച്ചു, എൻ്റെ അമ്മ എങ്ങനെയുണ്ട്? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ രാത്രിക്ക് ബിലാസ്പൂരിൽ കാലുകുത്തിയ രാത്രിയിൽ എൻ്റെ കർത്താവ് എൻ്റെ അമ്മയെ അവിടെ എഴുന്നേൽപ്പിച്ചു. അമ്മയുടെ ആ സൗഖ്യം അന്ന് രാത്രി കർത്താവ് കൊടുത്തു. ഇന്നു വരെ ആ അസ്വസ്ഥത എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇന്നും എൻ്റെ അമ്മ നടക്കും, ഇന്നും എൻ്റെ അമ്മ പിന്നെ എല്ലാ ജോലിയും ചെയ്യും, ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ 2003 ഡിസംബർ മാസം 31 കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞാൻ ബിലാസ്പൂരിൽ കാലുകുത്തുകയാണ്. അവിടെ വന്ന് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ സംഘടനയുടെ സപ്പോർട്ടൊക്കെ അവർ നിർത്തിക്കളഞ്ഞു. അതിന്റെ സപ്പോർട്ടിൽ നിന്ന് പോയി. എന്നോട് പറഞ്ഞു, പിന്നെ തിരിച്ചു നാട്ടിൽ പോവുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ കൂടെ കൂടിക്കൊള്ളുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ കയറുക എന്നുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നിന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ബൈബിൾ കോളേജിൽ പഠിത്തമില്ല, ബാക്കി എല്ലാവരും ഓരോ സംഘടനകളിൽ ചേർന്നു. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ എല്ലാം വിട്ട് ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ബിലാസ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ KP യോഹന്നാൻ സാറിന്റെ ഒരു ബൈബിൾ ട്രെയിനിങ് സെന്റർ ഉണ്ട്, അവിടെ ചെന്നിട്ട് ചാക്ക് നിറച്ച് പ്രേംലാൽ കാ ദിൽ എന്ന് പറയുന്ന ഒരു ട്രാക്റ്റും വാങ്ങി ഒരു 3-4 പിന്നെ സഞ്ചിക്കകത്ത് നിറച്ച് ട്രാക്ട് എടുത്തുകൊണ്ട് എനിക്ക് ഹിന്ദി ഒന്നും പറയാനത്തില്ല, 3-4-5 വാക്യം മാത്രം പഠിച്ചിട്ട് ഈ പ്രേംലാൽ കാ ദിൽ എന്ന് പറയുന്ന ട്രാക്ട്, അവിടെ ഒരു 8 ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിൽ ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അവസാനം എൻ്റെ പേര് തന്നെ പ്രേംലാൽ കാ ദിൽ എന്നായി. ദൂരെ നാളുകൾ എന്നെ കാണുമ്പോഴേ ഇങ്ങനെ വിളിച്ചു പറയും, പ്രേംലാൽ കാ ദിൽ ആകയാ, പ്രേംലാൽ കാ ദിൽ ആകയാ എന്ന് പറഞ്ഞ് നാട്ടുകാരും അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നോർത്തിൽ ആ ട്രാക്ട് കൊടുത്ത് ഞാൻ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ട്രാക്ട് ഞാൻ 5-8 ഗ്രാമങ്ങളിലായിട്ട് ഞാനിവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനിടയായി. അപ്പോൾ എൻ്റെ സപ്പോർട്ട് നിന്ന് പോയി. എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ ഞാൻ വളരെയധികം പ്രയാസത്തിലൂടെ ആദ്യം എൻ്റെ കട്ടിൽ ഞാൻ വിൽക്കുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി. കട്ടിൽ വിറ്റു, മേശ വിറ്റു, ചെയർ വിറ്റു, അതുപോലെ എൻ്റെ ടേബിള്, 100 രൂപയ്ക്ക് ടേപ്പ് റിക്കാർഡ്, ഞാൻ തണുപ്പത്തിൽ നിന്ന് കോട്ട്, എല്ലാ സാധനവും ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ വിൽക്കുകയാണ്. 1 രൂപ സപ്പോർട്ടില്ല. അപ്പോൾ എല്ലാം വിറ്റിട്ട് അവസാനം 20 രൂപയ്ക്ക് മണ്ണെണ്ണ സ്റ്റവ് വരെ 20 രൂപയ്ക്ക് വിൽക്കുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി. 1.5 വർഷം ബിലാസ്പൂരി പട്ടിണി കിടന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ കൊടിയ പട്ടിണിയിലൂടെ ദൈവം എന്നെ നടത്തുകയാണ്. ആഹാരം എന്ന് പറയുന്ന സാധനം സ്വപ്നം കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ എന്നെ കൊടിയ പ്രതികൂലത്തിലൂടെ നോർത്ത് ഇന്ത്യയിൽ എന്നെ കടത്തിവിടുകയാണ്. ഈ സമയത്തെല്ലാം ഞാൻ ഒരു ചാക്കിൻ്റെ അകത്ത് ട്രാക്ട് എടുത്ത് വെച്ചിട്ട് ഒരു വീടിന്റെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വഴി വരുന്നവർക്കും പോകുന്നവർക്കും അല്ലെ പ്രേംലാൽ കാ ദിൽ എന്ന് പറയുന്ന ട്രാക്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നല്ല ഒരു ജോലി അവിടെ വിട്ടിട്ടാണ് 100 രൂപ ദിവസം കിട്ടും. അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയാണ്, 2001. അപ്പൊ അതും കളഞ്ഞിട്ടാണ് ഞാൻ ഈ നോർത്തിൽ വന്ന് ഇതുപോലെ പ്രതികൂലത്തോടെ കടന്നു പോകുന്നത്. അങ്ങനെ യാതൊരു തരത്തിലും നിവൃത്തിയില്ലായിരുന്നപ്പോൾ ഞാൻ കർത്താവ് എനിക്കൊരു പണിതാ, ഞാൻ ആ പണി ചെയ്തുകൊണ്ട് നിന്റെ വേല ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ രാത്രിക്കായിരിക്കണം പണി. അങ്ങനെ STD ബൂത്തിലൊക്കെ ഇരിക്കാനുള്ള പണി വെച്ചാൽ അവർ പറഞ്ഞു ഹിന്ദി അറിയാമോ? ഞാൻ പറഞ്ഞു ഹിന്ദി അറിയത്തില്ല. പിന്നെ എങ്ങനെ പണി കിട്ടുന്നത്? അങ്ങനെ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു പണി ഞാൻ തരാം. അപ്പൊ പിന്നെ ബിലാസ്പൂരിലെ ഗോൾ ബജാറിലുള്ള MBBSന്റെ ഹോസ്റ്റലിനകത്ത് രാത്രിക്ക് 10 മണി മുതൽ 1 മണി വരെ ചായ എടുത്ത് കൊടുക്കണം, 400 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ വീടിന്റെ വാടക 400 രൂപയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പണി ചെയ്യുകയാണ്. 400 രൂപയ്ക്ക് ചായ എടുത്ത് കൊടുക്കാൻ പോകും 10 മണി മുതൽ 1 മണി വരെ. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ആഹാരം കിട്ടുമായിരുന്നു, അവരുടെ ചോറൊക്കെ എനിക്ക് കഴിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പണിക്കാർക്ക് ചോറ് കൊടുക്കണമെന്നുള്ള തീരുമാനമായി, ഞാൻ പട്ടിണിയായി. 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലും, ഞാൻ ചായ എടുത്ത് കൊടുക്കും, 1-2 ചായ കുടിക്കും, തിരിച്ചു പോരും. പൈസ അവിടെ ഏൽപ്പിക്കണം, 1 രൂപ പോലും എടുക്കാൻ പറ്റത്തില്ല. മാസം 400 രൂപ എണ്ണി തരും. ഈ ബുക്ക് എടുത്ത് എൻ്റെ കൈ തരുമ്പോഴത്തേക്കും എനിക്ക് വേണം അവിടുന്ന് പൈസ എടുത്ത് മാറ്റാം, കാരണം എങ്ങനെ പോയാലും 150 രൂപ ദിവസം കിട്ടും. പക്ഷെ അതിന്റെ വാർഡൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ബുക്ക് ഞാൻ ഒരിക്കലും ചെക്ക് ചെയ്യത്തില്ല, നിന്റെ കണക്കും.
പക്ഷെ നിന്റെ ബുക്ക്, ഞാനൊരു പാസ്റ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഠാക്കൂറ പഞ്ചാബിയാണ്. അദ്ദേഹം പറഞ്ഞു നിന്റെ ബുക്കും കണക്കും എല്ലാം ചെക്ക് ചെയ്യുന്നത് നിന്റെ കർത്താവായിരിക്കും. അദ്ദേഹം എന്നോട് പറയുകയാണ്, പോക്കറ്റിൽ പൈസ ഇട്ടുകൊണ്ട് ഞാൻ പട്ടിണി നടക്കുകയാണ് ബിലാസ്പൂരി കട. വഴി കിടക്കുന്ന ഒരു രൂപ, ഒരു പൂരിക്ക് 1 രൂപ, ഒരു ചായക്ക് 1 രൂപയെ, തലമുടി വെട്ടുന്നതിന് 3000 രൂപ ഉള്ളെന്ന്. തലമുടി 3-4 മാസം തലമുടി വെട്ടായിരിക്കും. ഒരു പൂരി കഴിക്കാൻ 1 രൂപ, ഒരു ചായക്ക് 1 രൂപ. വഴി കൂടെ തപ്പി നടക്കും, 1 രൂപ കിട്ടത്തില്ല. അവസാനം ഞാന് നിവർത്തിയില്ലാതായിട്ട് ഈ MBBSന്റെ ഹോസ്റ്റലിലെ പിള്ളേര് ആഹാരം കഴിച്ചിട്ട്, ഇവര് 2-3 ചപ്പാത്തി എല്ലാം കഴിച്ചിട്ട് ഇവര് ബാക്കി കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ബോക്സിന്റെ അകത്താക്കി. ഞാൻ രാത്രിക്ക് എന്നിട്ട് ഈ വേസ്റ്റ് ബോക്സിന്റെ അകത്തുനിന്ന് ഇവർ കളയുന്ന ചപ്പാത്തി എല്ലാം നല്ലവണ്ണം പെറുക്കിയെടുത്ത് നല്ലവണ്ണം തൂത്ത് തുടച്ച് ഞാനൊരു കവറിന്റെ അകത്താക്കിയിട്ട് ഞാൻ അത് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് ദോശക്കല്ലിലിട്ട് ഞാൻ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ആഹാരം എടുത്ത് 6 മാസക്കാലം ഞാൻ കഴിച്ചു. ഒരു തരത്തിലും ഒരു വഴിയില്ല. അവിടെ നിന്നുള്ള പൈസ കിട്ടും, അത് നേരിട്ട് കൊണ്ടുവന്ന് ഈ വാടക കൊണ്ട് കൊടുക്കും. അങ്ങനെ 6 മാസക്കാലം ആ ഹോട്ടലിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നുള്ള ആഹാരം പരിക്കഴിച്ച് എല്ലാവരും എന്നോട് പറഞ്ഞു, ബ്രദറിന് നോർത്ത് ഇന്ത്യ വിളിയില്ല, തിരിച്ച് കേരളത്തിൽ പോകണം, ബ്രദർ ബൈബിൾ കോളേജിൽ പഠിക്കണം, കല്യാണം കഴിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നോർത്തിൽ വിളിയുള്ളപ്പോൾ വരാൻ പറഞ്ഞു. എല്ലാവരും എന്നോട് പറഞ്ഞു വിളിയില്ല നോർത്തിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഞാൻ അതിനും ഉപയോഗിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാരോട് പോകരുത്, നിൽക്കുക, നിന്നെ ഞാൻ മാനിക്കുമെന്ന് പറയും. ഈ ഹോട്ടലിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ ആഹാരം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും എൻ്റെ കണ്ണുനീരല്ല ഒഴുകുന്നത്, എൻ്റെ കണ്ണീന്ന് ഒഴുകുന്നത് ചോരയാണ് ഒഴുകി വരുന്നത്. അങ്ങനെ ഒരു സങ്കടം, കാരണം നമ്മുടെ ആ ഒരു ഈഗോ സമ്മതിക്കുന്നില്ല അതൊക്കെ. പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞു, മരിച്ചു വീണാലും ബിലാസ്പൂരിന്റെ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, നോർത്തിന്റെ മണ്ണിലെ മരിച്ചു വീഴും. കല്ലെറിഞ്ഞു വന്നാലും ഇവിടെ, അസുഖം വന്നാലും ഇവിടെ, അതിനിടെ മലേറിയ പിടിച്ച്, ടൈഫോയിഡ് പിടിച്ച് എല്ലാവരും തീരുമാനിച്ച് പറഞ്ഞു വിടണം, ഇവിടുന്ന് പറഞ്ഞു വിടണം, ഇവിടെ കിടന്ന് മരിച്ചു പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് ഹിന്ദി പഠിച്ചു. അങ്ങനെ ഞാൻ ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തുടങ്ങി. 1.5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എന്നെ ഒരു ദൈവദാസൻ വന്നിട്ട്, സിൽപ്പകരി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കൊടും ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൊണ്ട് അവർക്ക് ഛത്തീസ്ഗഡി അല്ലാത്ത ഒരു വാക്ക് പോലും അറിയത്തില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ആഹാരത്തിനും ഇല്ല, വിറകുമില്ല, മണ്ണെണ്ണ സ്റ്റൗവിലും ഒന്നുമില്ല. അപ്പൊ അവിടെ ആഹാരം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഈ ശ്മശാനത്തിന്റെ അകത്താണ് താമസിക്കുന്നത്. ശ്മശാനത്തിന്റെ അകത്ത് ഒരു വീടാണ്, ഒരു ചെറിയൊരു വീടാണ്, കറണ്ട് ഇല്ല, ഒന്നുമില്ല. ഈ ശ്മശാനത്തിന്റെ അകത്ത് വീട്ടിൽ താമസിച്ച് വല്ലപ്പോഴും അരി കിട്ടുമ്പോൾ ആഹാരം വെക്കുന്നത് ഈ ശ്മശാനത്തിന്റെ അകത്ത് ശവം കൊണ്ടുവരുന്ന കോവേടി പോലൊരു സാധനമുണ്ട്. അത് അവര് ഈ ശവം എടുത്ത് കത്തിച്ചിട്ട് ആ സാധനം അവിടെ കളഞ്ഞിട്ട് പോകുമ്പോൾ ഇത് രാത്രി 9:30 ആകുമ്പോൾ ചെന്നിട്ട് ചെറിയൊരു കത്തി കൊണ്ട് അത് വെട്ടി പൊട്ടിച്ചിട്ട് ആ ശവപ്പെട്ടി കൊണ്ട് ശവം കൊണ്ടിരുന്ന ആ കോവേടി പോലുള്ള സാധനം എടുത്താണ് ഉറ കത്തിച്ചാണ് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണെന്ന് പറ എന്നാണ്. അങ്ങനെ ഒരു സെന്ന് പറഞ്ഞ്, യെരൂശലേം പുത്രിയെ നിന്റെ പ്രവാസം ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ അടുത്തൊരു ബ്രദർ വരികയാണ്. അത് എന്നോട് കൂടെ ഒരാഴ്ച താമസം ചോദിച്ചു, ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഏത് കോഴ്സാണ്? അന്നേരം BTH കോഴ്സ്. ഞാൻ പറഞ്ഞു അതിൽ 1 വർഷ കോഴ്സ് ഞാൻ പഠിക്കുള്ളൂ എന്നും പറഞ്ഞു PG വർഗീസ് അങ്കിളുടെ ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കാനായിട്ട് പോവുകയാണ്. എന്നെ ഒരു ദൈവദാസൻ അവിടെ കൊണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ PG വർഗീസ് അങ്കിളിന്റെ ബൈബിൾ കോളേജിൽ പിപ്പിരിയായിലെ ആ സാൾട്ട് DC ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്നു. ഞാൻ 1 വർഷ കോഴ്സ് പഠിക്കാൻ ചെന്നു. 2 വർഷ കോഴ്സിന് പരീക്ഷ എഴുതി. അവരെന്നെ ഇരുത്തിയത് 3 വർഷ കോഴ്സിന് വേണ്ടിയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ആ കോഴ്സ് പാസ്സായി. പിന്നെ പഞ്ചാബിൽ പോയി. അതിനുശേഷം പഞ്ചാബി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടാൻ വന്നു. എനിക്കാണെങ്കിൽ വീടും ഇല്ല, സ്ഥലവും ഇല്ല, ബാങ്ക് ബാലൻസും ഇല്ല, സപ്പോർട്ടും ഇല്ല. എവിടെ ചെന്നാലും പെണ്ണ് കിട്ടത്തില്ല, എല്ലാ കല്യാണം മുടങ്ങുകയാണ്. അങ്ങനെ അവസാനം 13-12 പെണ്ണ് കണ്ട് 13ാമത്തെ ഞാൻ ലാസ്റ്റ് മടുത്ത് എൻ്റെ ദിവസം വരെ പറഞ്ഞ്, ബ്രദറിന് പൗലോസിനെ പോലെയാണ് മിനിസ്ട്രി, അതുകൊണ്ടാണ് ഇങ്ങനെ കല്യാണം തടസ്സം ഉണ്ടാകുന്നത്, നോർത്തിൽ തന്നെ പോയി പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. ദൈവം വഴി തുറക്കാണ്, കല്യാണം കഴിക്കില്ല, ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇങ്ങനെ ട്രെയിനായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ പൗലോസിനെ പോലുള്ള ശുശ്രൂഷ ആണെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് സമ്പത്തും ധനവും ഇല്ലാത്തതിന്റെ പേരിൽ എൻ്റെ കല്യാണം മുടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം നിന്നോടൊന്നും പറയുന്നില്ല, ഞാൻ മേളി വരുമ്പോൾ എനിക്ക് അതിന് മറുപടി തരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നോർത്തിലേക്ക് പോയിട്ട് ഞങ്ങളുടെ ഒരു വിശ്വാസിയുണ്ട്. ഞാനവിടെ മാധവപൂരിലെ RB ക്യാമ്പിനിടയ്ക്ക് എൻ്റെ ചർച്ച്. ഈ പട്ടാളക്കാർ മിക്കവാറും ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ അവരായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിന് കയറി താമസം നടക്കുമ്പോഴത്തേക്കും പിന്നെ എന്നോട് പറഞ്ഞു, കേരളത്തിൽ നിന്ന് 2 ദൈവദാസന്മാരെ വിളിക്കണമെന്ന് പറഞ്ഞു, പ്രസംഗം ഒരാളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അതിനെന്നാ. അപ്പൊ എനിക്ക് പെയിന്റിങ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ പെയിന്റിംഗ് ഒക്കെ ഞാനാണ് ചെയ്തു കൊടുത്തത്. അപ്പൊ അവരോട് പറഞ്ഞു, ഒരു ദൈവദാസനെ കൊണ്ടുപോകാൻ നമുക്കൊരു കൺവെൻഷൻ പോലെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ കയറി താമസം നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സമ്മതിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് ഒരു ദൈവദാസനെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു ആ കയറി താമസത്തിന്റെ അന്ന്. ഈ ദൈവദാസനെ വിളിച്ച ദൈവദാസൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഒന്നും തോന്നരുത്, ഞാൻ വേറൊരു ദൈവദാസനെ കൂടെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെ പോയി 2 പേരും വന്നാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വിളിച്ച ദൈവദാസൻ എല്ലാവരും ശുശ്രൂഷ, കൂടെ വന്ന ആൾക്കാരും ശുശ്രൂഷ. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാൻ ഈ ഹിന്ദിയിൽ നിന്ന്
മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം ആ സ്റ്റേജ് വെച്ചനോട് ചോദിച്ചു, വിവാഹം കഴിച്ചാണോ? ഞാൻ പറഞ്ഞ അല്ല. എന്നെ പറഞ്ഞു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് താല്പര്യമില്ല, കാരണം ഞാൻ 12 പെണ്ണ് കണ്ടിട്ട് എനിക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്നെ മുടക്കി വെച്ചു. ഇതങ്ങനല്ല, ഇത് നടക്കും, ദൈവമായിട്ട് നടത്തി തരും. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്, എന്റെ സഭയിലെ വിശ്വാസിയായിരുന്നു, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മെസ്സേജ് ട്രാൻസ്ലേഷൻ ചെയ്തു. അദ്ദേഹം മെസ്സേജ് കഴിഞ്ഞു, ആ സ്റ്റേജിന്റെ പുറകിലോട്ട് പോയി പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു. ആ കല്യാണം ആ സ്റ്റേജിന്റെ പുറകിൽ വെച്ച് ഉറപ്പിച്ച് ആ കല്യാണം നടന്നു. എൻ്റെ ഭാര്യയുടെ പേര് സതി തോമസ് എന്നാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്കൊരു പൈതലിനെ ദൈവം തന്നു, ഡാനിയൽ കെ സാബു എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. 8ാം ക്ലാസ്സിൽ തക്ഷശില ഇന്റർനാഷണൽ സ്കൂളിൽ ഇവിടെ ഫഡ്ഗാവിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഫഡ്ഗാവ് എന്ന് പറയുന്ന ഈ ഛത്തീസ്ഗഡിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. ബിലാസ്പൂർ റായ്പൂരിൽ നിന്നും ഒരു 154 കിലോമീറ്റർ ദൂരമുള്ള ട്രെയിനിൽ എത്തിപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ, സ്കൂളോ ഹോസ്പിറ്റലുകളോ അങ്ങനൊന്നും ഇല്ലാത്ത, ഇവിടുന്ന് എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോകുന്ന 10-27 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു സ്വന്തം ഓർഗനൈസേഷനാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കൺവെൻഷൻ പ്രീച്ചറായി, അതുപോലെ തന്നെ ഒരു ഇവാഞ്ചലിസ്റ്റായി, ചർച്ച് പാസ്റ്ററായിട്ടൊക്കെയും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലാണ്. ഞങ്ങൾ 6 മാസമായതുകൊണ്ട് ഈ ഫഡ്ഗാവിൽ വന്നിട്ട് ഇവിടെ വന്നു. ദൈവത്തിന്റെ ആ ഒരു നിയോഗം അനുസരിച്ച് ഇവിടെ വന്നു. ഞാൻ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. 3 ആഴ്ച കൊണ്ട് ഏകദേശം 21-25ഓളം പേര് ഞങ്ങളുടെ സഭയിൽ അംഗങ്ങളായി. ഒരു 4ാമത്തെ മാസം ചില സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ട്, ചില പൊളിറ്റിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് ഞങ്ങളുടെ സഭ പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. സാധനങ്ങളൊക്കെ ഒത്തിരി സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചിരുന്നു, അതെല്ലാം നമ്മൾ റൂമെല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നു. എങ്കിലും കർത്താവ് പുറത്തേക്കുള്ള കൺവെൻഷനുകളൊക്കെയും പ്രസംഗിക്കാനായിട്ട് ഇപ്പോഴും അയക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിനോടുള്ള ആ വേലയുള്ള ബന്ധത്തിൽ ഈ 22 വർഷമായിട്ട് ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഒരു സംഘടനയുടെയും കീഴിലല്ല. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കും. എൻ്റെ വൈഫും ഒരു ചെറിയ സ്കൂളിലെ ടീച്ചറാണ്. ഞാനും കുറച്ചു കാലം ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ കൊണ്ട്, ആ സപ്പോർട്ട് കൊണ്ട് കർത്താവിനുള്ള ആ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ സ്വർഗം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം ഇപ്പോൾ ഇവിടെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യാല് ഈ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാനിവിടെ ചുരുക്കുന്നു. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസൻ സാബു KJ അവറുകളെ ദൈവം കൃപ ചെയ്തത് ഓർത്ത്, സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ തികച്ചും ദൈവത്തിൻ്റെ പ്രത്യേക ആ തിരഞ്ഞെടുപ്പും ആ പദ്ധതിയും എത്ര വലുതായിരുന്നു. മനുഷ്യൻ കാണുന്നത് പോലെയും മനുഷ്യൻ്റെ ആ ഒരു പ്ലാനിങ്ങും അനുസരിച്ചല്ല ദൈവം തൻ്റെ പ്ലാനുകൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരു തോട്ടം ഒരാൾ വാങ്ങിക്കുമ്പോൾ ആ ആളിന് അതിനെക്കുറിച്ച് ലക്ഷ്യമുണ്ടായിരിക്കും. ഒരു വീട് വാങ്ങിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ വീടിനെക്കുറിച്ച് ലക്ഷ്യമുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി ഒരാൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചു, നിരീശ്വരവാദ കുടുംബം അല്ലെങ്കിൽ ആ നിലയിൽ ഒരു പശ്ചാത്തലത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ഒരു നിലയിൽ ജീവിച്ചു പോകുന്നതായ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ ആദ്യമായി തിരഞ്ഞെടുത്തു. ആ കുടുംബത്തിൽ ബൈബിൾ വായിക്കുന്നവരും വായിച്ചവരും അറിയാവുന്നവരും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ യേശുവിനെ നന്നായി അറിയാവുന്ന പിതാക്കന്മാരും പ്രിയപ്പെട്ടവരും ഒക്കെ ആ കുടുംബത്തിലുണ്ടെങ്കിലും അവർക്കാർക്കും ആ യേശുവിനെ ലഭിച്ചില്ല. അവർക്കാർക്കും ആ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കേവലം ഒരു സഖാവായിട്ട് മാത്രമേ യേശുവിനെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞുള്ളൂ. സ്തോത്രം. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ സാബുവിനെ
ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ ആ പദ്ധതിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവ് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയുടെ വ്യാപാരം ആ ദേശത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. ആ ദേശത്തെ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞ ഒരു ഇരുട്ടിൻ്റെ മണ്ഡലമാണ് ആത്മഹത്യ. ജീവിക്കാൻ അനുവദിക്കാത്ത ആ മണ്ഡലത്തിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടി ജീവനുള്ള ദൈവം കർത്താവിൻ്റെ ദാസനെ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് എത്ര വ്യത്യസ്തമാണ്. ആ ദേശത്ത് അനേക പ്രിയപ്പെട്ടവർ ആത്മഹത്യക്ക് ഇരയായപ്പോൾ, വിധേയപ്പെട്ടപ്പോൾ, അതിന് കീഴടങ്ങിയപ്പോൾ, ആത്മഹത്യയിലൂടെ കുടുംബങ്ങൾ അനാഥമായപ്പോൾ, കുഞ്ഞുങ്ങൾ, ഭാര്യ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കന്മാരൊക്കെ ഒറ്റപ്പെട്ടപ്പോൾ, തകർന്ന ജീവിതം നയിക്കുമ്പോൾ, ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ആ ദേശം കടന്നു പോകുമ്പോൾ, ആ ദേശത്ത് നിന്നൊരു വെളിച്ചമായി, ഒരു കൈത്തിരിയായി കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കത്തിയെരിയുവാൻ, പ്രകാശിക്കുവാൻ, ഇരുട്ടിലിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് വെളിച്ചം പകരുവാൻ, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അനേകരെ ജീവങ്കലേക്ക് നടത്തുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ സാബുവിനെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ദൈവത്തിൻ്റെ ആ മഹാപദ്ധതിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഇടത്തും വലത്തും 2 പേരെ ക്രൂശിക്കുവാനിടയായിത്തീർന്നു. 2 പേരുടെ യോഗ്യത ഒന്ന് തന്നെയാണ്. കർത്താവിനെ അതിൽ ഒരുവനെ പോലെയാണ് ആ കൂട്ടത്തിലാക്കിയത്. പക്ഷേ അതിൽ ഒരുവൻ കർത്താവിനോട് അപേക്ഷിച്ചു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. മറ്റവന് കർത്താവിനെ കുറ്റപ്പെടുത്തുവാൻ, നിന്ദിക്കുവാൻ ഇടയായിത്തീർന്നു. അതെ, ഇന്നും അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും അവൻ്റെ നാമത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ, ചില പ്രിയപ്പെട്ടവർ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ ക്രൂശിൻ്റെ സ്നേഹത്തിൽ അവർ നിറയപ്പെട്ടവരായി, പങ്കാളികളായി കർത്താവിനോടുകൂടെ ആ നിത്യതയ്ക്കായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെടുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ആ നിത്യതയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന് കൃപ തോന്നിയെങ്കിൽ, അതോടൊപ്പം തന്നെ മറ്റു പലരെയും ആ കുടുംബത്തിൽ നിന്ന് പിന്നത്തേതിൽ അത് മുഖാന്തരം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും, ഞങ്ങൾ ഒരാളെയെങ്കിലും പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് വിടുതൽ ഭവിച്ചാൽ, നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നാൽ ഞങ്ങൾ ധന്യരായി. സ്തോത്രം. ഒരാളെങ്കിലും വിടുവിക്കപ്പെടണം. ഈ സാക്ഷ്യം കേട്ടിട്ട് ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെങ്കിലേക്ക് വരണം. ആ ക്രൂശിൻ്റെ സ്നേഹത്തിലേക്ക് വരണം. കർത്താവിൻ്റെ വചനത്തിലേക്ക് വരണം. നേരത്തെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ അനേക പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ, വേദപുസ്തകം പൊടിപിടിച്ചോ പൂജാവസ്തുവായോ പൊതിഞ്ഞു വച്ചിരിക്കുകയോ കബോർഡിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയോ മറ്റ് ഗ്രന്ഥങ്ങളുടെ കൂടെ വച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ പുസ്തകത്തിന് ജീവവചനങ്ങളാൽ നിറയപ്പെട്ടതായ, ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ആ പുസ്തകത്തിനകത്തുള്ളത്. അത് വായിക്കുകയും വായിച്ച് കേൾക്കുകയും കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ, അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അതിനാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് കൈവശമില്ല എങ്കിൽ അടുത്ത ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിക്കണം. വാങ്ങിച്ച് നിങ്ങൾ പഠിക്കണം, വായിക്കണം. അത് ദൈവത്തിൻ്റെ വചനമാണ്, നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകളുടെ പ്രശ്നങ്ങൾക്ക് ആത്മീയ കണ്ണ് തുറക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് പുത്തൻ വഴികളെ കാണിച്ചു തരും. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നിത്യതയ്ക്കായിട്ടുള്ള ഒരു പാതയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമായി തീരും. ഞങ്ങൾ അത് അനുഭവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം.
ദൈവത്തിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആര് പ്രാർത്ഥിക്കും? നിങ്ങളായിരിക്കുന്ന ഇടത്ത് കണ്ണുകളെ അടയ്ക്കൂ, ദൈവസന്നിധിയിൽ ഒരു നിമിഷം കുമ്പിടൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ മുഖത്തേക്കൊന്ന് നോക്കൂ. ആ ക്രൂശിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങുന്നതായ ആ തിരുരക്തം ഒന്ന് ധ്യാനിക്കൂ. യേശു കർത്താവിൻ്റെ അവസാനത്തുള്ളി രക്തം എന്ന് പറയുന്നത് അത് ചോരയും വെള്ളവും ആയിരുന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ആമേൻ, ആ ചോര മാറി അതൊരു വെള്ളത്തിൻ്റെ നിറമായി മാറുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ കഴുകി കർത്താവ്, ആമേൻ, അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, ആമേൻ, അത് വെള്ളയാക്കി തീർക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ജീവൻ തരുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ രോമാറ്റിയുടെ ഓരോ ശ്രോതാക്കൾക്ക് വേണ്ടിയും ആമേൻ, കർത്താവിൻ്റെ ദാസനി സമയം ഒരു നിമിഷം പ്രാർത്ഥനയിൽ ആമേൻ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനാണ് ഞങ്ങളുടെ നല്ല പിതാവേ, സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ആരോമ ടിവിയുടെ ഈ സംപ്രേഷണ സമയത്ത് കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസികളായിരിക്കുന്നവർ, വിശ്വാസികളല്ലാതെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, രോഗികളായിരിക്കുന്നവർ, ആകുലരായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, വിഷാദരോഗത്തിലായിരിക്കുന്നവർ, എല്ലാ പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്നവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു പുതിയ വെളിച്ചം വീശുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓരോ ഹൃദയങ്ങളോടും വാസ്തവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിലേക്ക് അവർ അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ സാക്ഷ്യത്തിലൂടെ ജനങ്ങളോട് സംസാരിക്കണമേ, കേൾവിക്കാരോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ചാനലിന്റെ പ്രവർത്തനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലക്ഷോപലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട മലയാള സാക്ഷ്യത്തിന്റെ ചാനലായി മാറുവാൻ മറ്റു പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ദൈവദാസനെ, തന്റെ കുടുംബത്തെ, അവരുടെ എല്ലാ വിവിധ തരത്തിലുള്ള മിനിസ്ട്രികളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർ ദേശത്തിന്, രാജ്യത്തിന്, അനുഗ്രഹത്തിന് കാരണപാത്രമാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരം ആ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ, കേൾവിക്കാരോട് കൂടെ ഇരിക്കണമേ, ഈ ചാനലിനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു KJ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നിന്ന് കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, ദൈവം അയക്കുന്നിടത്തൊക്കെ ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജീവിതാനുഭവം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com